ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു സെഗ്മെൻറ്റ് തുടങ്ങിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടാലിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അറിവ്, നിങ്ങൾക്ക് എങ്ങനെ ടാലി ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റർലി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ടാലി ഒരു സ്ഥലത്ത് പോയി പഠിച്ച് ഇതില്ലെങ്കിൽ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ വശം നിങ്ങൾ പഠിച്ചെന്ന് വിചാരിച്ചു ബുക്കിൽ മാനുവലി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പം അവിടെ വർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും, ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, എങ്ങനെയൊക്കെ ടാലി നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരുന്നില്ലതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കവറപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ മെയിൻലി നമ്മൾ ഈ ടോപ്പിക്സ് തികച്ചും ഈ ഒരു വീഡിയോ എൻ്റയർലി ഫ്രീ ആണ്. നമ്മുടെ ടീച്ചിങ് സ്റ്റൈലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോസിലും അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ വരുന്ന എന്തൊരു വീഡിയോസ് ആയാലും അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റും കാര്യങ്ങളും അതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്, ഇപ്പോൾ എക്സൽ ഡോക്യുമെൻ്റ് ആണ് ഇല്ലെങ്കിൽ ടാലിയുടെ ഒരു ഡോക്യുമെൻ്റ് ആണ്, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളൊരു ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ടോപ്പിക് എടുക്കുന്നത് അതിൻ്റെ ഫയലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ അവൈലബിളായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ കവർ ചെയ്യുമെന്ന് നോക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇത്. ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്ത് പോവും. ബേസിക് ഡീറ്റെയിൽസ് മാത്രം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് തരുന്ന സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഇപ്പം നമ്മളിപ്പോൾ കവറപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ടാലി ലേറ്റസ്റ്റ് വേർഷനാണ് ഇപ്പം എൻ്റെ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഒന്നും കൂടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ചെയ്യാം, കമ്പനി ക്രിയേഷൻ ടാലിയിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ കമ്പനി ഫീച്ചേഴ്സ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം. പിന്നെ മെയിൻലി നമ്മൾ ചെയ്യുന്നതാണ് വൗച്ചേഴ്സ്. ടാലിയിൽ വൗച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലെഡ്ജർ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ടാലിയിൽ ക്യാഷ് ലെഡ്ജർ മാത്രമേ ഡീഫോൾട്ടായിട്ട് ഉണ്ടാകും, ബാക്കി ലെഡ്ജറും കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജേണൽ എൻട്രീസ് എങ്ങനെ പാസ് ചെയ്യാം. ഒരു റിസീറ്റ് വൗച്ചർ നമ്മൾ കമ്പനീസിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുക, പർച്ചേസ്, സെയില്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, അതുപോലെ തന്നെ പേയ്മെൻറ്റ് കിട്ടുക, റിസീപ്റ്റ്, പേയ്മെൻറ്റ് കൊടുക്കുക, പേയ്മെൻറ്റ്, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, ജേണൽ എൻട്രീസ് എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെൻസിൻ്റെ എൻട്രീസോ ഇതില്ലെങ്കിൽ ഒരു ലെഡ്ജറിന് മറ്റൊരു ലെഡ്ജറിലേക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഇടാനുണ്ടെങ്കിൽ ജേണൽ യൂസ് ചെയ്തിട്ടിടും. അതുപോലെ തന്നെ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാ എൻട്രി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്യാഷും ബാങ്കും തമ്മിൽ ഇല്ലെങ്കിൽ രണ്ട് അക്കൗണ്ട് ബുക്ക് തമ്മിലുള്ള ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൗച്ചറാണ് കോൺട്രാ എൻട്രി വൗച്ചർ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് ബാങ്കിലേക്ക് ഒരു കോൺട്രാ എൻട്രി പാസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു PayTM ഉണ്ട്, ആ PayTM നിന്ന് നമ്മൾ ഗൂഗിൾ പേയിലേക്ക് പേയ്മെൻറ്റ് അയക്കുന്നു, അപ്പം PayTM അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേയിലേക്കുള്ള ഒരു കോൺട്രാ എൻട്രി ഇടും. അതായത് മെയിൻലി ഇതിൽ വരുന്നത് ബാങ്ക് ബുക്ക് ക്യാഷ് ബുക്ക് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഇടാനാണ് നമ്മൾ കോൺട്രാ എൻട്രി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ കവറപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഐറ്റം ക്രിയേഷൻ്റെ ബേസിക്സ്, പർച്ചേസ് എൻട്രി എങ്ങനെ ചെയ്യാം, സെയിൽ എൻട്രി എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, സെയിൽസ് റിട്ടേൺ എങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ റിപ്പോർട്ട്, ഇപ്പം നമുക്കൊരു കസ്റ്റമർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയക്കണം എന്നുണ്ടെങ്കിൽ അവരെന്താ നോക്കാം, അവർ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നത് ലെഡ്ജറിൽ പോയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഡേ ബുക്ക് എങ്ങനെ വിസിബിൾ നോക്കാം. അതേപോലെ തന്നെ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പരിശോധിക്കാം, ബാലൻസ് ഷീറ്റ് എങ്ങനെ അനലൈസ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എൻ്റർലി നോക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകില്ല. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഓരോരോ ടോപ്പിക്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൻ്റെ എൻട്രീസും അതുപോലെ ഇതെങ്ങനെയാണ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ എൻട്രീസും കാര്യങ്ങളിലൊന്ന് ജസ്റ്റ് നോക്കാം.
ഈ ഒരു ഫയലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്രോം ബ്രൗസറിൽ പോവാം. ക്രോം ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ tallysolutions.com, അതാണ് ടാലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പോകുന്നു. ഇവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 രീതിയിൽ ഡൗൺലോഡ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ലോഗോ എന്ന് പറയുന്നത് വരുന്നുണ്ട്. ടാലി പ്രൈം റിലീസ് 6.0 വന്നിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ലോഗോ എന്ന് ഉദ്ദേശിക്കുന്നൊന്നുമില്ല, നമുക്ക് ലോഗോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായ കമ്പനിയുടെ ലോഗോ ആണെങ്കിൽ വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ നോർമലി ടാലിയുടെ ലോഗോ വെച്ചിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ലേറ്റസ്റ്റ് ടാലിയാന്ന് പരിശോധിക്കാൻ പോകുന്നത്. 6 യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലൊരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇപ്പം നിലവിൽ ടാലി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാങ്ക് നമ്മളെ റീകൺസിലേഷൻ കാര്യങ്ങളെല്ലാം ഓട്ടോമേഷൻ ആക്കിയിട്ടുണ്ട്. പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ടാലി ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. ചില ബാങ്ക് ഇപ്പം എന്താ പറയുക, ഏതൊക്കെ ബാങ്ക്, യെസ് ബാങ്കും കൊടക്കാമെന്ന് തോന്നുന്നു, അതിലും ടാലി ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ടാലി ത്രൂ തന്നെ പേയ്മെൻറ്റ് പ്രോസസ് ചെയ്യാൻ പറ്റും. ടാലി സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ റീകൺസിൽ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ഒറ്റയടിക്ക് റീകൺസിൽ ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് പാസ് ചെയ്യാനും ഈ റിലീസ് 6.0 വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരോ സെഗ്മെൻറ്റായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തുടർന്ന് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ ഇപ്പം GST ആയാലും ഏതായാലും ഇതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻസ്റ്റാളേഷൻ കാണിക്കും. ജസ്റ്റ് എസ് കൊടുക്കാം. അപ്പോൾ നമ്മളിൽ ടാലി കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉണ്ടെങ്കിൽ അതന്നെ അപ്ഡേറ്റ് ചെയ്താൽ മതിയോ, അല്ല റീഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കുന്നത്. ഇൻസ്റ്റാൾ ന്യൂ കൊടുക്കാം. അതിൽ ഞാൻ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇവിടെ കാണിക്കുക ഏത് പാത്തിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നതെന്ന് കാണിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടാലി പ്രൈം നിങ്ങൾക്ക് ഓപ്പൺ ആവല്ലേ. ഇവിടെ ടാലി പ്രൈമിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ട് കാണാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇവിടെ കാണാം ടാലി പ്രൈമിൻ്റെ ഐക്കൺ. ഇപ്പം പുതിയ ഐക്കൺ ഇതാണ് വരുന്നത്. അത് വന്നിട്ട് കാണാം. മുമ്പ് ടാലീൻ്റെ ഐക്കൺ ഇതാണ് ഉണ്ടായത്, പ്രൈമിൻ്റെത്. ERP9 ആണെങ്കിൽ വേറൊരു ഐക്കണാണ് ഉണ്ടായത്. ഈ ഒരു ഐക്കൺ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റ് ലോഗ് ഇതിന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ടാലി ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്കിപ്പം നോക്കേണ്ടത് ലൈസൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യും. ഇപ്പോൾ ഓൾറെഡി കമ്പനീസും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ലൈസൻസും കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സിൽവറോ ഗോൾഡോ എഡിഷൻ ഉണ്ടാവും. സിൽവർ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ടാലിൻ്റെ ഒരു സിംഗിൾ PC യൂസറിന് യൂസ് ചെയ്യുന്നതാണ് സിൽവർ പാക്കേജ്. അത് ഗോൾഡ് പാക്കേജ് ആകുമ്പോൾ മൾട്ടിപ്പിൾ യൂസറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൾട്ടിപ്പിൾ യൂസറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗോൾഡ് പാക്കേജ്. ടാലിക്ക് അങ്ങനെ 2 രീതിയിൽ പർച്ചേസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മളിതിപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും എന്താ പറയുക ടാലി പഠിക്കാനും വീട്ടിലിരുന്ന് ട്രെയിനിങ് ചെയ്യാനും അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ കുറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ അധികം ആൾക്കാരുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഡ്യൂക്കേഷൻ മോഡിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടിന്യൂ എഡ്യൂക്കേഷൻ മോഡ് കൊടുക്കുന്നു. നമുക്ക് ഏതെങ്കിലും ഓൾറെഡി ഡാറ്റാസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ബാക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി കമ്പനീസിൽ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ കമ്പനി ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന തരുന്നതായിരിക്കും. ഇവിടെ ഒരു ഇതേപോലെ ജാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കമ്പനി ABC ഏതാണ് കമ്പനി ABC ലിമിറ്റഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിവിടെ ഫ്രഷ് ആയിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്ന് വേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് കമ്പനിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ലോഡായിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ മുതലേ ശ്രദ്ധിക്കാം, നമ്മൾ ഈ ടാലി ഈ ഒരു ഡാറ്റ എവിടെ പോയിട്ടാണ് സേവ് ചെയ്തതെന്നിട്ട് കാണിക്കുന്നുണ്ട് നമ്മളെ ടാലിൻ്റെ പാത്ത്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നിങ്ങൾ ഒന്നെങ്കിൽ D ഡ്രൈവിൽ ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ C ഡ്രൈവ് D ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും C ഡ്രൈവിൽ എന്ന് പറഞ്ഞാൽ വിൻഡോസിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും അതിൻ്റെ കുറേ സപ്പോർട്ടിങ് ഫയൽസ് എല്ലാം C ഡ്രൈവിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിൻഡോസ് അഥവാ ക്രാഷ് ആയാലും ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റാസ് ഫുള്ള് ലോസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളത് ഒന്നെങ്കിൽ പാർട്ടീഷൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹാർഡ് ഡ്രൈവും കൂടെ എന്തായാലും സിസ്റ്റത്തിൽ ഉണ്ടാവും, അതിലേക്ക് ഡാറ്റൻ്റെ പാത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ C കൊടുക്കാണ്ട് DO ഇല്ലെങ്കിൽ FO പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കമ്പനിൻ്റെ പേര് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് എക്സൽ വിത്ത്
ആഷിഫ് കൊടുക്കുന്നു. മെയിലിംഗ് നെയിം എക്സൽ വിത്ത് ആഷിഫ് കൊടുക്കുന്നു. ഇവിടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കാസർഗോഡ് കൊടുക്കുന്നു. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റേറ്റെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് അതുപോലെ തന്നെ നിങ്ങൾ കൺട്രി കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ, കാരണം നമ്മൾ ബില്ലടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരാം, നമ്മൾ അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം നമുക്ക് എന്താ പറയുക, 50,000 മുകളിൽ ബില്ലടിക്കുന്നുണ്ടെങ്കിൽ EBA ബില്ല് ജനറേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റ് ആകുമ്പോൾ IGST ബില്ലടിക്കണം. അപ്പം നമ്മൾ കേരളത്തിന് ഉള്ളിലാണ് ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം GST എന്താ പറയുക, CGSTയും SGST ആണ് വരുന്നത്. സ്റ്റേറ്റ് ടാക്സും അതുപോലെ തന്നെ സെൻട്രൽ ടാക്സും ആണ് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ പുറത്തേക്കാണ് നിങ്ങൾ ബില്ലടിക്കുന്നുണ്ടെങ്കിൽ IGST ആണ് അടിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ടാക്സ് ആണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മൾ ഡീപ്പിലേക്ക് പോകുന്നില്ല, ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഒരു പിൻ കോഡ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളൊരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പറും ടാലിയിൽ ഇപ്പം ടാലി 5 മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കിപ്പം മൊബൈൽ നമ്പറിൽ ഇപ്പം നമുക്ക് ടാലിയിൽ തന്നെ വാട്സപ്പ് കണക്റ്റ് ചെയ്ത് ഇൻ്റർകണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബില്ലും കാര്യങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിൽ ടാലിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്, ആ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതാണോ വാട്സപ്പ് നമ്പർ കൊടുത്തത് ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് ബില്ല് അയക്കാനുള്ള ഓപ്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അയക്കാനുള്ള ഓപ്ഷൻ, പേയ്മെൻറ്റ് റിമൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതെല്ലാം ഇപ്പോൾ ടാലിയിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് നമ്പർ കൊടുക്കുമ്പോൾ, മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. കസ്റ്റമേഴ്സിൻ്റെ ആയാലും നമ്മൾ റീചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ റാൻഡംലി ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കുന്നു. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. ഇവിടെ കറൻസി കാര്യങ്ങളും INR കൊടുക്കുന്നു. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്, നമ്മളിപ്പം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു മാർച്ചാണ് വരുന്നത്. അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. ചില കമ്പനീസ് ഫോളോ അപ്പ് ചെയ്യുന്ന ജനുവരി ടു ഡിസംബർ ഫോളോ അപ്പ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. അപ്പം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ബുക്സ് ബിഗിനിങ്ങും കൊടുക്കാം. ബുക്സ് ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ കമ്പനിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു, ഇപ്പോൾ ഏപ്രിൽ 2025 ടു മാർച്ച് 2026 എന്ന് വിചാരിക്കാം. നമ്മൾ ചിലപ്പം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസമായിരിക്കാം. ഓക്കെ, അപ്പം മെയ് മാസം മുതൽ 1 മെയ് 2025 കൊടുത്താൽ ബുക്സ് ബിഗിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ ആ ഒരു മാസത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ ഇയറിനേക്കാളും കൂടുതൽ ബുക്ക് ബിഗിനിങ് ഡേറ്റ് ഉണ്ടാകും. നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ഏതാണോ അതിൻ്റെ മുകളിൽ ഡേറ്റ് മാത്രമേ ഇവിടെ കൊടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നേരെ നമ്മുടെ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ആയി. ഇപ്പോൾ കമ്പനി ഫീച്ചേഴ്സിൻ്റെ ഇതിലേക്ക് പോയി, മെനുവിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയി. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ഇവിടെ ഷോ മോർ ഫീച്ചേഴ്സ് എന്നുള്ളത് അവർ ഷോ ഓൾ ഫീച്ചേഴ്സ് എന്നുള്ളത് yes ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതെല്ലാം ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? yes ആണ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബിൽ വൈസ് എൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ബിൽ വൈസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ എൻട്രീക്കും ബിൽ വൈസ് എൻട്രി, ഇപ്പം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ബിൽ ടു ബില്ല്, അങ്ങനെ ഓരോരോ എൻട്രിയും ബിൽ വൈസ് ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ അത് yes കൊടുക്കുന്നു. കോസ്റ്റ് സെൻറ്റർ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് yes ക്ലിക്ക് ചെയ്ത് yes കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം yes കൊടുക്കുക, ഇല്ലെങ്കിൽ no കൊടുക്കുക. മെയിൻറ്റെയിൻ ഇൻവെൻട്രി എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതല്ല സർവീസ് മാത്രമാണോ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ yes കൊടുക്കുന്നു. പിന്നെന്താണ്, ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട് വിത്ത് ഇൻവെൻട്രി, അപ്പോൾ അതും അക്കൗണ്ട്സും അതുപോലെ തന്നെ ഇൻവെൻട്രി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും. പിന്നെ ഇനേബിൾ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു സ്ഥാപനം, നമ്മളൊരു റീറ്റെയിൽ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ഹോൾസെയിലും കൂടി ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന റേറ്റ് റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹോൾസെയിൽ നമ്മൾ ഷോപ്പിലേക്കെല്ലാം സെല്ല് ചെയ്യുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് തന്നെ 2 ഇല്ലെങ്കിൽ 3 രീതിയിൽ നിങ്ങൾക്ക്
റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫിന് വേണമെങ്കിൽ ഒരു റേറ്റ്, അതായത് 10% ഡിസ്കൗണ്ട് കൊടുക്കണം, കസ്റ്റമേഴ്സിന് എത്രയാണ് ഡിസ്കൗണ്ട്, ഒരു 5% ഡിസ്കൗണ്ട് കൊടുക്കണം, ഹോൾസെയിലേഴ്സിനാകുമ്പോൾ ഒരു 8% ഡിസ്കൗണ്ട് കൊടുക്കണം. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈസ് ലെവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻസിൽ മാത്രമേ നോക്കുന്നുള്ളൂ. ബാച്ചസ് ഇനേബിൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ബാച്ചസ് ഇനേബിൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു പ്രോഡക്റ്റിന് ചിലപ്പോൾ മൾട്ടിപ്പിൾ MRPയിൽ കിട്ടും, 100 രൂപ വരെ കിട്ടും, 150 രൂപ വരെ കിട്ടും. അങ്ങനെ ബാച്ച് വൈസ് സ്റ്റോക്ക് ഇനേബിൾ ചെയ്യണോ? കാരണം ഇപ്പം മെഡിക്കൽ ഫീൽഡിലെല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ബാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് ഓരോരോ ബാച്ചിനും ഓരോരോ എക്സ്പയറി ഡേറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഇനേബിൾ ആണെങ്കിൽ നിങ്ങൾ ബാച്ച് വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. ജോബ് ഓർഡർ പ്രോസസ്സിങ്, കോസ്റ്റ് ട്രാക്കിംഗ്, ഇനേബിൾ ജോബ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻവോയ്സ് ചോദിക്കുന്നുണ്ട്, എസ് കൊടുക്കാം. നമുക്ക് ഇൻവോയ്സിൽ ഡിസ്കൗണ്ടിൻ്റെ ഒരു സ്പെഷ്യൽ കോളം വേണമെന്നാണ് ചോദിക്കുന്നത്, അത് കൊടുക്കുന്നുണ്ട്. ഇവിടെ യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബില്ലഡ് ക്വാണ്ടിറ്റി കോളംസിന് ഇൻവോയ്സ് ചോദിക്കുന്നുണ്ട്. ഇതാ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു കമ്പനി, നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏതെങ്കിലും ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പോ പ്രൈവറ്റ് ലിമിറ്റഡോ എന്തായിക്കോട്ടെ, നമുക്കൊരു കോൺട്രാക്ടർ നമുക്കൊരു സെയിൽ ഓർഡർ നമ്മളുടെ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാം. അതായത് നമ്മളൊരു എസ്റ്റിമേഷൻ കൊടുക്കുന്നു, അവരത് കൺഫേം ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ഓർഡർ അയക്കുന്നു. അവരുടെ അടുത്തുനിന്ന് പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ സെയിൽ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 ചാക്ക് അല്ലെങ്കിൽ 100 ബാഗ് പുട്ടിക്ക് ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മളിൽ കറൻലി 50 ചാക്ക് പുട്ടി മാത്രമേ സ്റ്റോക്കിൽ വിചാരിക്കാം. അപ്പോൾ നമ്മൾ ബില്ലടിക്കൽ എന്താണ്, 50 ചാക്ക് ബില്ലടിക്കും, ബാക്കി 50 ചാക്ക് പെൻഡിങ് എടുക്കും, അടുത്ത് ബില്ലിലടിക്കും. അപ്പം ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇപ്പം എത്രയാണോ ക്വാണ്ടിറ്റി നിങ്ങൾ എസ്റ്റിമേഷൻ കൊടുത്തത്, അതിൽ എത്ര ബില്ലടിച്ചു, എത്ര റിമൈനിങ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം നമ്മൾ ഇനേബിൾ ചെയ്യുന്നത്. അപ്പം ബില്ലിൽ 2 സെപ്പറേറ്റ് കോളം വന്നിട്ട് നിങ്ങൾ ആക്ച്വലി ബില്ല് ചെയ്ത ക്വാണ്ടിറ്റിയും ഇനി ബില്ല് എത്രയാണോ ചെയ്യേണ്ടതെന്നുള്ള ക്വാണ്ടിറ്റിയും അവിടെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ടാക്സേഷനിലേക്ക് വരുമ്പം ഇവിടെ GST ഇനേബിൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് GST ഇനേബിൾ ചെയ്യണം. എസ് ആണുള്ളത്, ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്നും കൂടെ എസ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ GST രജിസ്ട്രേഷൻ ആക്റ്റീവ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണോ കോമ്പൻസേഷൻ ആണോ, അപ്പോൾ റെഗുലർ സെസ് ആണോ, അതായത് ഓൺലൈൻ ആണോ എന്നില്ല, അതായത് ഓൺലൈൻ സെയിലാണോ, അതെല്ലാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ ടൈപ്പ് വരുന്നത് റെഗുലർ ആണ്. മന്ത്ലി ഫയലും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ റെഗുലർലിയാണ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ GST നമ്പർ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് റാൻഡംലി ഒരു GST നമ്പർ കൊടുത്തിട്ടുണ്ട്. പീരീഡ് മന്ത്ലി ആണോ ഫയൽ ചെയ്യുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ല ക്വാർട്ടർലി ആണോ ക്വാർട്ടർലി കൊടുക്കുക. കേരള ഫ്ലഡ് സെസ് ഉണ്ടോ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് കൊടുക്കുക. നോ കൊടുത്തു ഞാൻ. ഓക്കെ, ഇവിടെ കണക്റ്റഡ് GST സൈറ്റ്. ഇപ്പം നമുക്കറിയാം ടാലി ലേറ്റസ്റ്റ് വേർഷനിലെല്ലാം നമുക്ക് GSTR 1ഉം 2B അതെല്ലാം ടാലിയിൽ നിന്ന് തന്നെ എല്ലാം ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ റീകൺസിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ യൂസർ നെയിമും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടാലി തന്നെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റാസ് പുഷ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇൻവോയ്സ് നിങ്ങൾ ഇനേബിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ടാലിയിൽ ഇൻവോയ്സും അതുപോലെ തന്നെ ഇ വേ ബില്ല് അടിക്കാനുള്ള ഫെസിലിറ്റി ടാലിയിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ഇ വേ ബില്ല് ലോഗിൻ ചെയ്ത് അടിക്കേണ്ട ആവശ്യമില്ല. ഇ വേ ബില്ല് ലോഗിൻ ചെയ്ത് അടിക്കുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതേപോലെ തന്നെ ഈ ഇൻവോയ്സ് അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻവോയ്സ് നോർമലി നമ്മളൊരു ടേൺ ഓവർ 5 crore കഴിഞ്ഞാലാണ്, ഇപ്പം നിലവിലെ സ്റ്റേജാണ് പറയുന്നത്. 5 കോടിക്ക് മുകളിൽ ഒരു വർഷം നിങ്ങൾക്ക് സെയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഇൻവോയ്സ് മാൻഡേറ്ററി ആണ്, നിങ്ങൾ എന്തായാലും ഇനേബിൾ ചെയ്യണം. B2B ബില്ലെല്ലാം ഈ ഇൻവോയ്സ് അടിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇ വേ ബില്ല് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇ വേ ബില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇ വേ ബില്ല് അടിക്കുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. അത് ഡേറ്റും കാര്യങ്ങളും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റും അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ച് പോയതാൽ ആക്സെപ്റ്റ് ചോദിക്കും, എസ് കൊടുക്കാം. ഒറ്റയടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ Ctrl A പ്രസ് ചെയ്താൽ മതി, അത് ഒറ്റയടിക്ക് ആക്സെപ്റ്റ് ആയി പോയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് GST ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിൽ ആൾട്ടർനേറ്റീവ് GST ഇല്ല. അപ്പോൾ TDS നിങ്ങൾ ഇനേബിൾ ചെയ്യണോ, അതുപോലെ തന്നെ TCS ഇനേബിൾ ചെയ്യണോ,
TDSും TCS എല്ലാം ഞാൻ ഡീപ്പിലി പോകുന്നില്ല. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സുമാണ്. അതുപോലെ തന്നെ വാറ്റ്, നിങ്ങളിപ്പം ഗൾഫ് കൺട്രീസിലാണെങ്കിൽ GST അല്ല, അവിടെ വാറ്റാണ് ഉണ്ടായാൽ അതുപോലെ വാറ്റ് ഇനേബിൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ സർവീസ് ടാക്സ് ഉണ്ടെങ്കിൽ അത് ഇനേബിൾ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഇവിടെ നോക്കേണ്ടത്. പിന്നെ ഇനേബിൾ ബ്രൗസിങ് ആക്സസ് റിപ്പോർട്ട്, അതേപോലെ തന്നെ നെറ്റ് ഫെസിലിറ്റി. ഇപ്പം നമുക്ക് വേറൊരു സ്ഥലത്തിരുന്നിട്ട് ഡാറ്റാസ് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. മെയിൻറ്റെയിൻ പേറോൾ നിങ്ങൾ ടാലി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കെല്ലാം നമുക്ക് വരാം, ഈ പേയ്മെൻറ്റിലേക്കെല്ലാം വരാം. ഈ പേയ്മെൻറ്റിൻ്റെ എല്ലാം വരുന്നത് ഇനേബിൾ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ടു ഷെയർ പേയ്മെൻറ്റ് ലിങ്ക് QR കോഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് ടാലി എനിക്ക് തോന്നുന്നു 4 ഇല്ലെങ്കിൽ 5 വന്നൊരു ഫീച്ചേഴ്സാണ്. അതിൽ ബില്ല് തന്നെ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസിനോട് കൂടിയിട്ട് ഒരു QR കോഡ് പ്രിൻ്റ് ചെയ്ത് വരുത്താൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു 1500 രൂപേൻ്റെ ബില്ല് അടിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാലി തന്നെ ആ ഇൻവോയ്സിൻ്റെ ബോട്ടം സൈഡിൽ ഒരു 1500 രൂപേൻ്റെ QR കോഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സൈഡിൽ നിന്ന് UPI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് ടാലി തരും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ. അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഉണ്ടാകുന്നൊരു ഉപകാരം എന്ന് വെച്ചാൽ, ചില കസ്റ്റമേഴ്സ് നമ്മളിപ്പം 1250 രൂപ ബില്ലടിച്ചാൽ ചില കസ്റ്റമർ 1200 അയക്കും. റൗണ്ട് ഓഫ് ചെയ്ത് അയക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിപ്പം GST ബില്ലും കാര്യങ്ങളെല്ലാം അടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഈ എഡിറ്റിങ്, നമ്മളിപ്പോൾ ഈ ഇൻവോയ്സും കാര്യങ്ങളെല്ലാം വന്ന സ്ഥിതിയിൽ നമുക്ക് ഈ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ബില്ല് അടിച്ച് ചെയ്താൽ, എഡിറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഫയലിങ്, നിങ്ങളൊരു ഈ ഇൻവോയ്സ് അടിച്ച ബില്ലാന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് മന്ത്ലി ഫയലിങ്ങിൽ ഈ ഇൻവോയ്സ് മിസ്മാച്ച് വരാം. ഇയർലി എടുക്കുമ്പം അത് ഓഡിറ്റർ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. അപ്പം അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബില്ല് എഡിറ്റിങ് കാര്യങ്ങളിൽ ഒഴിവാക്കാം. ഇതുപോലെ പേയ്മെൻറ്റ് റിക്വസ്റ്റും കാര്യങ്ങളും ബില്ലിൽ തന്നെ കൊടുക്കുമ്പോൾ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ എമൗണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. 1250 രൂപ ബില്ലാണെന്നുണ്ടെങ്കിൽ 1250 രൂപ മാത്രമേ ആ ഒരു QR കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ കൊണ്ടുണ്ടാകുന്നൊരു സൈഡ് പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് സെയിൽ പോകുന്നൊരു കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവർ ഓരോരോ പീരീഡിലായിരിക്കും പൈസ തരാം. കോൺട്രാക്ടറിലാണെങ്കിൽ ചിലപ്പം 1 വീക്ക് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ വരും, 2 വീക്സ് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ വരും. അങ്ങനത്തെ ആൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോരായ്മ ഇതിനുണ്ട്. അങ്ങനെ അത് അക്കൗണ്ട് ട്രാൻസ്ഫർ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനേബിൾ മൾട്ടിപ്പിൾ അഡ്രസ്സ്, അതായത് മൾട്ടിപ്പിൾ അഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളെ ഗോഡൗണ്, നമുക്കിപ്പോൾ A എന്ന് പറയുന്നൊരു ഗോഡൗൺ ഉണ്ടാകും, ചിലപ്പോൾ B എന്ന് പറയുന്നൊരു ഗോഡൗൺ ഉണ്ടാകും, നമുക്ക് കാസർഗോഡ് ഒരു ഗോഡൗൺ ഉണ്ടാകും, ചിലപ്പോൾ കണ്ണൂരൊരു ഗോഡൗൺ ഉണ്ടാകും. അപ്പം മൾട്ടിപ്പിൾ അഡ്രസ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. എസ് കൊടുത്തു ചെയ്താൽ നിങ്ങൾക്ക് അഡ്രസ്സ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒറ്റൊരു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. മാർക്ക് മോഡിഫൈഡ് വൗച്ചേഴ്സ്, മോഡിഫൈഡ് വൗച്ചർ മാർക്ക് ചെയ്യണോ ചോദിക്കുന്നത്, നോ കൊടുക്കുന്നു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് എസ് കൊടുക്കുക. അപ്പം നമ്മുടെ ടാലിയുടെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു നിങ്ങൾ ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ടാലിയുടെ ഒരു ഇൻ്റർഫേസ് വരുന്നത് ഇതാണ്. ഇതിലിപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കി പോവാം. ഇവിടെ കറണ്ട് പീരീഡ് വന്നിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പെയ്ഡ് വേർഷനും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ഏത് ഡേറ്റും ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ പീരീഡ് കാണിക്കുന്നുണ്ട്, കറണ്ട് ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഇന്നത്തെ ഡേറ്റ് എത്രയെന്ന്. ഞാൻ എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ടാണ് 1 ഏപ്രിൽ കാണിക്കുന്നത്. കറണ്ട്ലി ഇന്നത്തെ ഡേറ്റ് വരുന്നത് 17/4/2025. ഓക്കെ, അപ്പോൾ കമ്പനി നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്, എക്സൽ വിത്ത് ആഷിഫ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് എൻട്രി, നമ്മളിപ്പോൾ എൻട്രീസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നോ വൗച്ചേഴ്സ് എൻട്രീസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വന്നാൽ ടാലിയുടെ വേർഷൻ കാണിക്കും, ടാലി പ്രൈം EDU, അതായത് എഡ്യൂക്കേഷൻ്റെ ഷോർട്ട് ഇട്ടതാണ്. ഇത് നിങ്ങൾ സിൽവർ ആണെന്നുണ്ടെങ്കിൽ സിൽവറിന് കാണിക്കും, ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് വേർഷൻ കാണിക്കും. ഇവിടെ കമ്പനി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കമ്പനിയിൽ വരുന്നത് എന്താണ്? കമ്പനി, ക്രിയേഷൻ, ആൾട്ടർ, സെലക്ട്, ഷട്ട്, കണക്റ്റ്, റിമോട്ട്, ബ്രൗസർ ആക്സസ്, ഫീച്ചേഴ്സ്, സെക്യൂരിറ്റി, ടാലി, വാൾട്ട്, ഓൺലൈൻ ആക്സസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മളിപ്പം മെയിൻലി നമുക്ക് ആവശ്യമില്ലത് എന്തെങ്കിലും ആൾട്ടർ ചെയ്യാനുണ്ടെങ്കിൽ, ആൾട്ടർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഉള്ളത് സെലക്ട് കമ്പനി, ഷട്ട് കമ്പനിയെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം മൾട്ടിപ്പിൾ കമ്പനീസ് ഈ ഒരു ഡാറ്റാ ബേസിലുണ്ടെങ്കിൽ നമുക്കത് കമ്പനി സെലക്ട് ചെയ്യാനും സ്വിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് സെലക്ട് കമ്പനി യൂസ് ചെയ്യുക. ഷട്ട് കമ്പനി ജസ്റ്റ് കമ്പനി ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഷട്ട് കമ്പനി യൂസ് ചെയ്യുക കേട്ടോ.
പിന്നെ ഡാറ്റയിൽ മെയിൻലി വരുന്നത് ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. റിപ്പയർ, മൈഗ്രേറ്റ് എന്നെല്ലാം പറഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ബാക്കപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡാറ്റാ ബേസ് നമ്മളിപ്പം ഒരു പീരീഡിലി നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കണം. എന്തുകൊണ്ട് നല്ലതാണ്, കാരണം ഒരുപാട് സോഫ്റ്റ്വെയർ ഇഷ്യൂസും നിങ്ങളെ വിൻഡോസ് ക്രാഷ് ആയി പോകുന്ന ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മളൊരു പീരിയോഡിക്കലി 1 വീക്കിലി ഒരു ദിവസമെങ്കിലും ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ബാക്കപ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ക്ലൗഡിലേക്കോ അതല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലേക്കോ നിങ്ങൾ ആക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. റീസ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡാറ്റാ ബേസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ഒരു ഡാറ്റ റിട്ടേൺ നമ്മളെ സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ റിക്കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസ്റ്റോർ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പ്ലിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പം ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മളൊരു 5 ഫിനാൻഷ്യൽ ഇയർ ടാലിയിൽ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ ഡാറ്റൻ്റെ ലോഡ് ഭയങ്കരമായിട്ട് ഹെവി ആവും. നമ്മൾ സോഫ്റ്റ്വെയറിലെ ലോഡ് 5 വർഷത്തെ ഡാറ്റ ഉണ്ടെങ്കിൽ ഒരുപാട് ലോഡിങ് ടൈം വരും, സെയിൽ അടിക്കണമെങ്കിലും റിപ്പോർട്ട് നോക്കണമെങ്കിലെല്ലാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. 5 കൊല്ലം വരെയുള്ള ഡാറ്റ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഡാറ്റാ ബേസ് ആക്കാം, ആടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡാറ്റ മറ്റൊരു ഡാറ്റാ ബേസ് ആക്കാം. അതാണ് സ്പ്ലിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പയർ എന്തെങ്കിലും സ്റ്റാലിക് എറേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനാണ്. മൈഗ്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ടാലി പ്രൈം യൂസ് ചെയ്ത ഒരാൾ ഇല്ലെങ്കിൽ ടാലി ERP9 യൂസ് ചെയ്ത ഒരാൾ പ്രൈമിലേക്ക് വരുമ്പോൾ ഇല്ലെങ്കിൽ ടാലി 4 യൂസ് ചെയ്ത ഒരാൾ ടാലി പ്രൈം 6ലേക്ക് വരുമ്പോൾ ആ ഡാറ്റൻ്റെ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് യൂസ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ബില്ല് ഓൾ GST ഓപ്ഷൻ. ഇവിടെ GSTൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്നത്. അത് നമുക്ക് GSTയുടെ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഇമ്പോർട്ട്, ഇപ്പം നമുക്കറിയാം ടാലിയിൽ നമുക്ക് എക്സൽ ബേസെല്ലാം ഡാറ്റാസും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ടാലിയിൽ ഓൾറെഡി ഉണ്ട്. നമുക്കത് ട്രാൻസാക്ഷനും ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ വേറൊരു കമ്പനിയിൽ സ്വിച്ച് ചെയ്തിട്ട് ഇപ്പം നമ്മൾ വേറൊരു കമ്പനീസിൽ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു ABC സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള ഡാറ്റ നമുക്ക് ടാലിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കിതുപോലെ മാസ്റ്റേഴ്സ് ഐറ്റംസ് മൊത്തം ഒറ്റയടിക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റാനുള്ള ആവശ്യമില്ല. ഒറ്റയടിക്ക് എക്സൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് മാസ്റ്റർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസും ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എക്സലിൽ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് നിങ്ങൾ നോർമലി കണ്ടാണെങ്കിൽ നമ്മുടെ ഡാറ്റയും കാര്യങ്ങളെല്ലാം എക്സലിലേക്കോ ഏതെങ്കിലും ഒരു ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷെയർ, പിന്നെ പ്രിൻറ്റ് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഡാറ്റാസും കാര്യങ്ങളും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹെൽപ്പ്. അതിലിപ്പോൾ ഇത് വേർഷൻസാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ടാലി സപ്പോർട്ടും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ കസ്റ്റമർ കെയറിൻ്റെ അടക്കം കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇൻ്റർഫേസ് സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇവിടെ ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഡേറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ F2 കാണിക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കറണ്ട് ഡേറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഡേറ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. കമ്പനിയിൽ പോയാൽ നമ്മുടെ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ട് പേജിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസാക്ഷനിലേക്ക് വരാം. റിയലി നമ്മൾ നടക്കുന്ന ട്രാൻസാക്ഷനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഏത് ടോപ്പിക്സ് നോക്കാം. ആദ്യം ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന എൻട്രീസ് എന്താണ്? നമുക്കൊരു റിസീപ്റ്റ് ആയിരിക്കും ആദ്യം വരുന്നത്. റിസീപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിലേക്ക് ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതാണ് റിസീപ്റ്റ്. അതായത് ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? ക്യാഷ് വേണം, ക്യാപിറ്റൽ വേണം. ഒരു ബിസിനസ്സിന് ക്യാപിറ്റൽ ആരാ കൊണ്ടുവരിക? ഓണേഴ്സാണ് ക്യാപിറ്റൽ കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു എൻട്രീസാണ് നമ്മൾ ആദ്യം ഇടേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതിൽ വൗച്ചേഴ്സിൽ പോവാം. വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്താലും വൗച്ചേഴ്സിൽ പോകാൻ പറ്റും, ഇല്ലെങ്കിൽ വൗച്ചേഴ്സ് എടുക്കാം. അപ്പം നമ്മൾ ഇവിടെ റിസീപ്റ്റ് വൗച്ചർ എടുത്തു. ഇപ്പം റിസീപ്റ്റ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡേറ്റിനാണോ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് ആ ഒരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ അക്കൗണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് ആണോ അതല്ല ബാങ്ക് ആണോ എന്തിലാണോ നിങ്ങൾക്ക് റിസീറ്റ് കിട്ടുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാഷ് ഓൾറെഡി ഇവിടെ ഡീഫോൾട്ടായിട്ട് ടാലി തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ഫണ്ട് കിട്ടുന്നത്? നമുക്കത് ഒരു ഒരു ഡയറക്ടർ ഇല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ കയ്യിൽ നിന്നാണ് ഫണ്ട് കിട്ടൽ, ക്യാപിറ്റൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ പാർട്ടി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എൻട്രീസ് നോക്കുന്നു. ഇപ്പോൾ റിസീറ്റ് ക്യാപിറ്റൽ ഫ്രം ആഷിഫ് ₹10 lakh.
അതായത് ആഷിഫ് ബിസിനസ്സിലേക്ക് ഒരു 10 ലക്ഷം രൂപ ക്യാഷ് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രീസ് എന്താ വരിക? നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള എൻട്രീസും കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ ഗോൾഡൻ റൂളും കാര്യങ്ങളെല്ലാം. അക്കൗണ്ടിങ്ങിലെ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയലി, നോമിനൽ, പേഴ്സണൽ. ഈ 3 കാര്യത്തിൽ ഇപ്പം എന്ത് എൻട്രീസ് ഉണ്ടെങ്കിലും ഈ ഒരു 3 റൂൾസിൻ്റെ ഉള്ളിൽ മാത്രമേ വരൂ. അതിൽ ഇപ്പോൾ റിയൽ അക്കൗണ്ട് പറഞ്ഞാൽ ഡെബിറ്റ് വാസ് കംസ് ഔട്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് എന്നെല്ലാം പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോമിനൽ അക്കൗണ്ട് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ആ ഒരു രീതിയിലാണ് നോമിനൽ അക്കൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ റിയലി, പേഴ്സണൽ, നോമിനൽ അക്കൗണ്ട് വരുന്നത് എങ്ങനെയാണ്? നോമിനൽ അക്കൗണ്ട് വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, അതുപോലെ തന്നെ ക്രെഡിറ്റോറി ഇൻകംസ് ആണ്. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിങ്ങിലെ ബേസിക് റൂൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി ഒന്ന് പഠിച്ചെടുക്കുക. കാരണം ഇതിൽ എൻട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെബിറ്റും ക്രെഡിറ്റും മാറിക്കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട്സിലെ കംപ്ലീറ്റ് കാര്യങ്ങളും തെറ്റും. അപ്പോൾ നമുക്കൊരു ക്യാഷ് ഒരാളെടുത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രീസ് എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് പാർട്ടിയാണ് വരിക. നമുക്കൊരാൾക്ക് സാധനം സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? പാർട്ടി അക്കൗണ്ട് ഇട്ടിട്ട് സെയിലാണ് വരിക. ഒരാളെടുത്ത് നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ആ ഒരു പാർട്ടിയുടെ പേരാണ് വരിക. അത് ക്യാഷ് പർച്ചേസ് ആണ്, പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് വരും. ഓക്കെ, ഇങ്ങനെയാണ് നോർമലി എൻട്രീസ് വരിക. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് പോകുന്നുണ്ടെങ്കിൽ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അക്കൗണ്ട് ഇട്ടാണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഉള്ളത്. നമ്മൾ സ്ഥാപനത്തിൽ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, റിസീപ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? റിസീപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ക്യാഷ് ഓർ ബാങ്ക് ആയിരിക്കും ഡെബിറ്റ് വരാം. ബാക്കി ആരെ കയ്യിൽ നിന്നാണോ റിസീപ്റ്റ് നമ്മൾ ക്യാഷ് സ്വീകരിക്കുന്നത് അവരുടെ പേരാണ് ക്രെഡിറ്റിൽ വരിക. ഓക്കെ, രണ്ടാമത് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ആർക്കാണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, പാർട്ടിക്കാണോ കമ്പനിക്കാണോ, അതാണ് ഡെബിറ്റിൽ വരിക. ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ ചെക്ക് എന്താണെന്ന് വെച്ചാൽ 2ലാണ് ഇത് വരിക. പിന്നെ നമുക്ക് അതുപോലെ തന്നെയാണ് പേയ്മെൻറ്റ് വരുന്നത്. പേയ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യുക? എന്താണോ പേയ്മെൻറ്റ്, എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ, അതാണ് എക്സ്പെൻസിൻ്റെ കേസിൽ വരിക. ഇൻകം ആകുമ്പോൾ നേരെ തിരിച്ച്, ഇപ്പം ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ പറയുക, ഡിസ്കൗണ്ട് റിസീവ്. ക്യാഷ് ആണെങ്കിൽ അതിൻ്റെ എൻട്രീസിൽ 2-3 ചെറിയ തിരുത്തലുണ്ടാകും. ഇപ്പം പർച്ചേസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ഇപ്പം പർച്ചേസ് അക്കൗണ്ട് 1,50,000 രൂപ വന്നു. നമ്മൾ ക്യാഷ് കൊടുത്തത് ടു ക്യാഷ് 1,40,000. നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 10,000 ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇങ്ങനെയാണ് നമ്മളെ എൻട്രീസും കാര്യങ്ങളെല്ലാം വരാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പ്രാക്ടിക്കലിലേക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓരോരോ സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഉണ്ടാകും. അപ്പോൾ റിസീപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എൻട്രി എന്താ വരിക? നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ് ആദ്യത്തെ എൻട്രി വരിക. അപ്പോൾ നമ്മളിവിടെ പാർട്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് സ്പേസ് ഇട്ടാൽ സെർച്ച് ഓപ്പൺ ആകും. ഇവിടെ നിലവിൽ ഇവിടെ ഒരു ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് മിസ്റ്റർ ആഷിഫ് എന്നിട്ട് ഞാൻ കൊടുക്കുന്നു. ഏലിയാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ടും കാര്യങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. അതിൻ്റെ അണ്ടർ എന്താ വരിക? ഗ്രൂപ്പ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരിക. ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. GST കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് പിന്നെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം അൺരജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ അൺരജിസ്റ്റേർഡ് കൊടുക്കുന്നു. ജസ്റ്റ് എസ് അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ പാർട്ടി ക്രിയേറ്റ് ആയി. മിസ്റ്റർ ആഷിഫ് എന്ന് പറഞ്ഞിട്ട് പാർട്ടി ക്രിയേറ്റ് ആയി. എത്ര ലക്ഷമാണ് വരുന്നത്? 10 ലാഖാണ് വരുന്നത്. നമ്മൾ എമൗണ്ട് ഇവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏത് സെഗ്മെൻറ്റ് ഇടത്തേക്ക് പോകുന്നു? നറേഷൻ. ഇതിന് നറേഷൻ എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ റിസീവ്ഡ് ഫ്രം പാർട്ട്ണർ. നറേഷൻ കൊടുത്തേ. ഇനി നമുക്കിത് ഒന്നെങ്കിൽ എൻ്റർ അടിച്ച് സേവ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+A പ്രസ് ചെയ്യാം. അപ്പോൾ അത് സേവ് ആയി. പിന്നെ ആ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേജ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ട്രാൻസാക്ഷനിലേക്ക് പോകും. കീബോർഡിൽ പേജ് അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കാണിച്ചു തരാൻ വേണമെങ്കിൽ. അപ്പോൾ കീബോർഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പേജ് അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. പേജ് അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് പേജ് ഡൗൺ ക്ലിക്ക് ചെയ്താൽ നോർമലി എൻട്രീസിലേക്ക് തന്നെ നിങ്ങൾക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ റിസീവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പർച്ചേസ് എൻട്രി ചെയ്യാം. പർച്ചേസ് എൻട്രി ചെയ്യുന്നത് എങ്ങനെ? നേരത്തെ പോയത് തന്നെ വൗച്ചറിൽ പോകുന്നു.
വൗച്ചറിൽ നമ്മളിവിടെ ഒരുപാട് ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ പർച്ചേസ് F9 ക്ലിക്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ പർച്ചേസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് വന്നിട്ടുള്ളത്. ഇവിടെ പർച്ചേസ് എന്നുള്ളിടത്ത് നമ്മുടെ ഒരു സീരീസ് വന്നിട്ടുണ്ട്. നമ്മുടെ സീരീസിൽ ചിലപ്പോൾ നമുക്ക് ആൽഫാബറ്റിക് ന്യൂമറിക്കലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോർമലി ഞാൻ ജസ്റ്റ് 1 മാത്രമേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൊടുക്കുന്നു. സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്ലയർ ഒരു ഇൻവോയ്സ് തന്നു കഴിഞ്ഞാൽ അതിലൊരു ഡോക്യുമെൻറ്റ് നമ്പർ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ സീരിയൽ നമ്പറാണ്, നമ്മളൊരു സെയിൽ അടിച്ചാൽ നമ്മൾ ഈ സീരിയൽ നമ്പറാണ് ആ ഒരു പർച്ചേസർക്ക് അവരുടെ ഡോക്യുമെൻറ്റ് നമ്പർ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻവോയ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ഡോക്യുമെൻ്റ് നമ്പറാണ് നമ്മുടെ സപ്ലയർ ഇൻവോയ്സ് നമ്പർ. അത് നമ്മൾ കൊടുക്കുന്നു. എന്താണെങ്കിലും AB ഇല്ലെങ്കിൽ ABC -123 കൊടുക്കുന്നു. ഡേറ്റ് ആ ഒരു ഇൻവോയ്സ് ഡേറ്റ് ഇവിടെ കൊടുക്കുന്നു. പാർട്ടി നെയിം, ഏത് പാർട്ടിയിൽ നിന്നാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് അത് ബില്ലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. അവിടെ ജസ്റ്റ് ക്രിയേറ്റ് അടിക്കുന്നു. ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കുന്നു ABC ലിമിറ്റഡ്. ഓക്കെ, അതിൽ എന്താണ് അണ്ടർ വരിക? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുന്നു. നമ്മൾ സാധനം വാങ്ങുന്നത് സൺട്രി ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല്, അതായത് ബില്ല് ടു ബില്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണോ, അതല്ല ജസ്റ്റ് നോർമലി പർച്ചേസ് ചെയ്യുന്നു പേയ്മെൻറ്റ് കൊടുക്കുന്നു അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത്. നമ്മളിത് ബില്ല് ടു ബില്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഡേയ്സ് ഡ്യൂറിങ് വൗച്ചർ എൻട്രി, അതായത് ക്രെഡിറ്റ് ഡേയ്സ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചില സപ്ലയർ എടുത്തുനിന്ന് നമുക്ക് വാങ്ങുമ്പോൾ ക്രെഡിറ്റ് പീരീഡ് ഉണ്ടാവും. 30 ദിവസം, 45 ദിവസം, 15 ദിവസം എന്നെല്ലാം പറ്റി. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ S കൊടുത്തിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അവരെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞതൊക്കെ ഇതേപോലെ കൊടുക്കാം. പിൻകോഡ് കൊടുക്കുന്നു. അവരുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ടാലിയിൽ ഓരോരോ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് അയക്കേണ്ട ഓപ്ഷൻ അടക്കം ടാലിയിൽ വന്നിട്ടുണ്ട് ഇപ്പം. അത് കൂടാണ്ട് എല്ലാ ബാങ്കും ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് വെക്കാം. അതുപോലെ തന്നെ കമ്പനിൻ്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇപ്പം TDSും കാര്യങ്ങളെല്ലാം ചിലപ്പം കട്ട് ചെയ്യേണ്ട സിറ്റുവേഷനെല്ലാം നമുക്ക് വരാം. 50 ലക്ഷത്തിന് മുകളിൽ ഇപ്പം നിങ്ങൾ സെയിലെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ TCSും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യേണ്ടി വരാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് പാൻ കാർഡും കാര്യങ്ങളും ഇവിടെ കൊടുത്തു വെക്കാം. അതേപോലെ തന്നെ GST കൊടുക്കാം. ആൾട്ടർനേറ്റീവ് GST ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വാണിംഗ് വന്നു, അതായത് ഇൻവാലിഡ് ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു വാണിംഗ് വന്നത്. നമുക്ക് 15 ലെറ്റേഴ്സ് വെച്ചിട്ട് നോർമൽ ഒരു ഫോർമാറ്റിൽ തന്നെ കൊടുക്കാം. ഇനി അഡീഷണൽ ഒന്നും കൂടെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വാങ്ങുമ്പോൾ ചിലപ്പം ABC എന്ന് പറയുന്ന കമ്പനിക്ക് ചിലപ്പോൾ 4-5 ഫേം ഉണ്ടാവും. അപ്പോൾ അവരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിചാരിക്കും. അവർക്ക് മൾട്ടിപ്പിൾ GST ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മൾട്ടിപ്പിൾ GST ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. 2 GST നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. Ctrl+A കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ചിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൽ റിസീറ്റ് നോട്ടും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പം പർച്ചേസ് ചെയ്യുമ്പം അതിലെന്തെങ്കിലും ഡോക്യുമെൻറ്റ് റിസീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പാച്ച് ത്രൂ ഡെസിഗ്നേഷൻ എന്തെങ്കിലും കൊറിയർ എല്ലാവരുടെ ഇൻഫർമേഷനിലുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കാം. നമ്മൾ ഇത് അധിക ഷോപ്പും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല, ചില സ്ഥാപനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പോൾ എല്ലാവരും ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും ചാർജും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് LR നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തു ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഇൻഷുർ ക്ലെയിം ചെയ്യാനും കാര്യങ്ങളും വളരെയധികം ഉപകാരപ്പെടും. അങ്ങനെയുള്ളവരും മാത്രം കൊടുക്കാം. നമ്മളിപ്പോൾ ബേസിക് ആയതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതേപോലെ പാർട്ടി സെലക്ട് ചെയ്യാൻ വന്നു. നമ്മൾ ABC ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് GST രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ തന്നെ കൊടുക്കുന്നു. സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റെല്ലാം ശ്രദ്ധിക്കണം. കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളം തന്നെ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ GSTയുടെ ഇതെല്ലാം കാൽക്കുലേഷൻസ് ഫുള്ള് തെറ്റിപ്പോകും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ ചോദിക്കുന്നത് പർച്ചേസ് ലെഡ്ജറാണ്. നമ്മൾ പർച്ചേസ് ലെഡ്ജർ നോർമലി ഇതിലേക്കാണ് പോവുക, നമുക്ക് പർച്ചേസ് ലെഡ്ജറിലേക്ക് തന്നെയാണ് പോവുക. നമുക്ക് സഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കേണ്ടത് പർച്ചേസ് ലെഡ്ജറിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. എന്താ കൊടുക്കുക? പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ്
ഇവിടെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ളിടത്ത് പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുന്നു. ഇവിടെ എന്താണ് അക്കൗണ്ട് ടൈപ്പ് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇവിടെ ഇൻക്ലൂഡ് ആക്സസബിൾ വാല്യൂ കാൽക്കുലേഷൻ GST ഓർ നോട്ട് ആപ്ലിക്കബിൾ ചോദിക്കുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി നമ്മൾ നോട്ട് കൊടുക്കുന്നു. കാരണം നമ്മൾ സപ്ലയർ വേസ് GST സെലക്ട് ചെയ്തിട്ടുണ്ട്, കമ്പനി വേസും GST ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു പർച്ചേസ് ലെഡ്ജറിന് നമുക്ക് GST കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ നോ കൊടുത്തിട്ട് GST അപ്ലിക്കബിലിറ്റി എന്നുള്ളിടത്ത് അപ്ലിക്കബിൾ കൊടുക്കുക. അപ്പോൾ ആസ് പെർ കമ്പനി ഗ്രൂപ്പ് കൊടുക്കുന്നു. ഇവിടെ ആസ് പെർ കമ്പനി ഗ്രൂപ്പ് ഗുഡ്സ് കൊടുക്കുന്നു. സപ്ലൈ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവില്ല പർച്ചേസ് അക്കൗണ്ടിന്. ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് അടിച്ച് പോകുന്നു. അപ്പോൾ അവിടെ ഇത്രയും കാര്യങ്ങൾ വന്നു. ABC, ഇവിടെ ഇൻവോയ്സ് നമ്പർ വന്നു, പാർട്ടിയുടെ നെയിം വന്നു, അതുപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ട് വന്നു. പർച്ചേസ് ചെയ്യുന്നതാണ് പർച്ചേസ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐറ്റംസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഐറ്റംസ് കൊടുക്കാൻ നിങ്ങളതിന് സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ സെയിലിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പം എന്താണോ GST ഫയലിംഗ് അതെന്ത് സർവീസാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിവിടെ ഐറ്റം കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നേരത്തെ കണ്ട കണക്ക് തന്നെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചോദിക്കും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. നമുക്ക് എന്ത് ഐറ്റമാണ് വേണ്ടത് ആ ഐറ്റം ഇവിടെ കൊടുക്കാം. ഇപ്പം സാംസങ് മൊബൈൽ കൊടുക്കുന്നു. അതിന് അണ്ടർ ഏതാ കൊടുക്കുന്നത്? അണ്ടർ നമുക്കിപ്പം 2-3 അണ്ടേഴ്സും കാര്യങ്ങളും ഇപ്പം കാറ്റഗറി വൈസ് ഇപ്പം നിങ്ങൾ ഒരുപാട് സെക്ഷൻ പെയിൻറ്റ് സെക്ഷൻ, ഇലക്ട്രിക്കൽ സെക്ഷൻ, ഇലക്ട്രോണിക് സെക്ഷനെല്ലാം കീപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സഗ്രിഗേറ്റ് ചെയ്ത് ഓരോരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാക്കാം. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് പ്രൈമറി കൊടുക്കുന്നു. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് നമുക്ക് യൂണിറ്റ് കൊടുക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നോസ് കൊടുക്കുന്നു. ഇവിടെ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് UQC എന്ന് പറയും. UQC യൂസ് ചെയ്യുന്ന നമ്മളിപ്പം GST ഫയലിങ് കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് കറക്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. NOS-numbers എന്ന് പറഞ്ഞിട്ട് വരും. അത് കൊടുക്കുക. ഡെസിമൽ പ്ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അവിടെ നമ്പേഴ്സ് വന്നു. GST അപ്ലിക്കബിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്, അപ്ലിക്കബിൾ കൊടുത്തു. അതിന് നമ്മൾ HSN കോഡും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. നമ്മളൊരു GST രജിസ്ട്രേഷൻ എടുത്ത സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ HSN കോഡ് ഐറ്റത്തിന് നിർബന്ധമാണ്. അപ്പോൾ HSN കോഡ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ HSN കോഡ് എന്താണ് വരുന്നത്, അതിനൊരു പ്രൊഡക്റ്റിന് അതിൻ്റേതായ ഒരു HSN കോഡ് ഉണ്ടാവും. ആ HSN കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ HSN കോഡ് കൊടുക്കുമ്പോൾ മിനിമം ഒരു 6 ഡിജിറ്റെങ്കിലും കൊടുക്കാൻ നോക്കുക. കാരണം നമ്മൾ പല ആൾക്കാരും 4 ഡേറ്റ് കൊടുക്കും. അത് നമുക്കൊരു നിശ്ചിത ടേൺ ഓവർ കഴിയുമ്പോൾ അത് നമ്മൾ നിർബന്ധിതരായിട്ട് 6 ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ നിങ്ങൾ ഇപ്പം തന്നെ എന്താ പറയുക HSN കോഡ് 6 ഡിജിറ്റ് എന്തായാലും കൊടുക്കാൻ നോക്കാം. പിന്നെ അടുത്ത ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്, സെയിം HSN കോഡ് തന്നെ കൊടുത്താൽ മതി. ഇവിടെ GST ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ചേർന്ന് കൊടുക്കുക. ടാക്സുകൾ കൊടുക്കുക. എത്രയാണോ GST റേറ്റ് വരുന്നത് 18%, 15% കൊടുക്കുക. ഗുഡ്സ് ആണ്, ഗുഡ്സ് കൊടുക്കുന്നു. എൻ്റർ അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എന്താണ് വേണ്ടത്? അവിടെ ഐറ്റംസ് റെഡിയായി. ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം. ക്വാണ്ടിറ്റി കൊടുക്കൽ എങ്ങനെ കൊടുക്കാം? ഇവിടെ എത്രയാണോ ക്വാണ്ടിറ്റി പൈ ചെയ്യുന്നത് 5 ക്വാണ്ടിറ്റിയാണ് 5 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. റേറ്റ് നമുക്കൊരു മൊബൈൽ ഫോൺ എത്രയാണ് വരുന്നത്, ഒരു 15,000 രൂപ വരുന്നുണ്ടെങ്കിൽ 15,000 രൂപ കൊടുക്കുന്നു. അഡീഷണൽ എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട്. അപ്പോൾ 67,500 വന്നു. എൻ്റർ അടിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് GST ഉണ്ടാകും. അതായത് ഇൻപുട്ട് GST ഉണ്ടാകും. അപ്പോൾ ഔട്ട്പുട്ട് GST ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻപുട്ട് GST ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് GST എങ്ങനെ കൊടുക്കാം? ഇവിടെ നമ്മൾ GST ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഐറ്റംസ് അടിക്കുന്ന ഭാഗത്ത് നിന്ന് എൻ്റർ അടിച്ച് പോയി കഴിഞ്ഞാൽ രണ്ടാമത് സർവീസ് ആയിട്ട് അടിക്കുന്ന ഭാഗം ഇവിടെ വന്നു. ഓക്കെ,
അപ്പോൾ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ GST ലെഡ്ജേഴ്സോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഇടാനുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്തെങ്കിലും, അതായത് സർവീസ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ലൈനാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഇൻപുട്ട് GST ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് എന്തൊക്കെയാണ് GST വരുന്നത്? ഒന്ന് CGSTയും പിന്നെ ഒന്ന് SGST ആണ് വരിക. നമ്മളിവിടെ ഇൻപുട്ട് CGST കൊടുക്കുന്നു. നിങ്ങൾക്കിവിടെ പെർസെൻറ്റേജ് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഇപ്പം ഒറ്റ ടാക്സ് പെർസെൻറ്റേജ് ഫോളോ അപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഇലക്ട്രിക്കൽ മാത്രം വിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 18% മാത്രമേ GST ഉണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് 9%, അതേപോലെ തന്നെ ഔട്ട്പുട്ട് 9% ഇൻപുട്ട്, പിന്നെ 14% ഇൻപുട്ട്, 6% ഇങ്ങനെ സഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് വലിയ രീതിയിലുള്ള ഫേമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റാസ് നമുക്ക് എന്തെങ്കിലും അറേസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കുന്നു, ഓരോന്നിനും ഓരോരു GST കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഇൻപുട്ട് GST കൊടുക്കാം. ഇവിടെ അണ്ടർ എന്താ വരിക? അണ്ടർ വരിക എന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസാണ് വരിക. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുക്കുന്നു. ഇവിടെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി GST കൊടുക്കുന്നു. ഇതിൽ നമ്മൾ എന്താ കൊടുത്തത്? ഇൻപുട്ട് CGST ആണ് കൊടുത്തത്. അപ്പോൾ CGST കൊടുക്കുന്നു. ഇവിടെ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻപുട്ട് 9% ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ CGST 9, SGST 9 ആണ് വരിക. അപ്പോൾ ഇവിടെ 9% കൊടുക്കണം. അതല്ല ജസ്റ്റ് CGST ലെഡ്ജർ ക്രിയേറ്റ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിന് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളിവിടെ 0 കൊടുത്താൽ മതി. അതേപോലെ തന്നെ റൗണ്ട് ഓഫ് മെത്തേഡ് ചോദിക്കുന്നുണ്ട്, അതായത് ഡെസിമൽസ് കാര്യങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് GST കാര്യങ്ങളൊന്നും റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു കൊല്ലത്തെ ട്രാൻസാക്ഷനിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ചെറിയൊരു ഫിഗർ വരും. അപ്പോൾ അത് ഒഴിവാക്കാം. നമുക്ക് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. ജസ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. Ctrl+A അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ CGST ഓട്ടോമാറ്റിക്കലി ഇവിടെ ലുക്ക് ചെയ്ത് വന്നു. 67,500 9% ഇവിടെ ഓട്ടോമാറ്റിക്കലി ലുക്ക് ചെയ്ത് വന്നു. അടുത്ത് നമുക്ക് എന്ത് കൊടുക്കണം? ഇൻപുട്ട് SGST കൊടുക്കണം. നേരത്തെ പോയത് കണക്ക് തന്നെ ഇവിടെ നിന്ന് നമുക്കൊരു ലെഡ്ജറും കൂടി ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നെങ്കിൽ എന്ത് ചെയ്യാം? സ്പേസ് അടിച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം. അതല്ല ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+Enter കൊടുത്താലും നിങ്ങൾക്ക് അവിടെ നിന്ന് ലെഡ്ജർ എഡിറ്റിങ്ങിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, Alt+C കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ ലെഡ്ജർ ക്രിയേഷനിലേക്ക് പോകും. Ctrl+Enter അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇല്ല ലെഡ്ജർ ആൾട്ടർ ചെയ്യുന്ന വിൻഡോയിലേക്കാണ് നിങ്ങൾക്ക് ടാലിയിൽ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ Alt+C അടിച്ചു. നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ CGST ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇൻപുട്ട് SGST കൊടുക്കുന്നു. ഡ്യൂട്ടി ടാക്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഡ്യൂട്ടി ടൈപ്പ് GST കൊടുക്കുന്നു. ഇതിൽ SGST കൊടുക്കുന്നു. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. Ctrl+A കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ CGSTയും വന്നു, SGSTയും വന്നു. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ഗ്രോസ് എമൗണ്ട് വന്നിട്ടുണ്ട്, ടാക്സിന് മുമ്പുള്ള എമൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് ടാക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നെറ്റ് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് നറേഷൻ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. റെഫറൻസോ കാര്യങ്ങളോ വെക്കണമെങ്കിൽ വെക്കാം. പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം ABC നമുക്ക് എന്തെങ്കിലും നറേഷൻ വെക്കണമെങ്കിൽ വെക്കാം. ഇത് സേവ് അടിക്കുക. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർച്ചേസ് എൻട്രി ഇവിടെ സേവായി. നമുക്കിത് റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിൽ നോക്കാം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട് ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താ കാണിക്കുന്നത്? 0 ആണ് കാണിക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് 67,500. നിങ്ങൾ എത്ര പൈസക്കാണോ പർച്ചേസ് ചെയ്തത് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഗ്രോസ് എമൗണ്ടാണ് കാണിക്കുക. ടാക്സ് സെപ്പറേറ്റ് നമ്മളെ ലാബിലിറ്റിയിൽ കാണിക്കാം കേട്ടോ. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റിയിലാണ് കാണിക്കാം. അതേപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം സെയിലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ 67,500 നെറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റും ലോസും ഒന്നുമില്ല, ബാലൻസും കാര്യങ്ങളില്ല. ഇനി നമുക്ക് അടുത്ത എൻട്രിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഒരു പർച്ചേസ് ചെയ്തു. ഇവിടെ വേറൊരാൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് 0 എന്ന് കാണിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു വർഷമാണ് കമ്പനി ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ആ ഒരു ഏപ്രിൽ ഇപ്പോൾ മാർച്ച് 31 കമ്പനി ക്ലോസ് ചെയ്യും.
അപ്പം ഏപ്രിൽ 1 ആകുമ്പോൾ ആ ഒരു വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വരിക. നിങ്ങൾ വേറൊരു കമ്പനിയിലെ ഡാറ്റാസ് ഇപ്പോൾ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത്. അപ്പോൾ ഈ വർഷം മുതൽ ടാലിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ മൊബൈൽ ഫോൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്രിയേറ്റിൽ പോയിട്ട് ഞാനിവിടെ എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണു. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയും റേറ്റും വാല്യൂയും കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ കൊടുക്കുന്നു. ഇവിടെ പ്രൈമറി തന്നെ കൊടുക്കുന്നു. ഇവിടെ യൂണിറ്റ് നമ്പേഴ്സ് കൊടുക്കുന്നു. GST അപ്ലിക്കബിൾ ആണെങ്കിൽ ഇത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ GST റേറ്റ് HSN കോഡിലുണ്ടെങ്കിൽ ടാക്സബിൾ HSN ഉണ്ട്. നമ്മളിവിടെ ഒരു HSN കോഡ് കൊടുക്കുന്നു. ഇവിടെ GST റേറ്റ് എത്രയാണ്, 18% കൊടുക്കുന്നു. ഗുഡ്സ് കൊടുക്കുന്നു. ഇവിടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി നിങ്ങൾക്കൊരു 10 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ 10 കൊടുക്കുന്നു. ഒരു 25,000 രൂപയുടെ കമ്പ്യൂട്ടറാണ്. അപ്പോൾ ടോട്ടൽ 2,50,000 രൂപ. കൺട്രോൾ A അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓപ്പണിംഗ് സ്റ്റോക്ക് 2,50,000 വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ Alt F1 അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ കമ്പ്യൂട്ടർ എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് 2,50,000, മൊബൈൽ സാംസങ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. ഓക്കെ, പർച്ചേസ് അക്കൗണ്ടിൽ 67,500 ടോട്ടൽ എത്രയാണോ ഉള്ളതെന്ന് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേപോലെ ഓരോന്നും കാണിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നോക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു സപ്ലയർ അടുത്തുനിന്ന് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തു. വീഡിയോ നല്ല ലെങ്ത് എന്നറിയാം, പക്ഷേ ഒറ്റ സ്ട്രക്ചറിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഓരോ സെഗ്മെൻറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ടീച്ചിങ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്ന ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ഡീറ്റെയിൽസ് ആ ഒരു ഗ്രൂപ്പിൽ ജസ്റ്റ് ഇട്ടാൽ മതി. നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മളിപ്പോൾ ഒരു ABC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ ABCക്ക് ക്യാഷ് കൊടുക്കണം. ഇല്ലെങ്കിൽ ABCക്ക് മുതൽ സാധനം വാങ്ങിച്ചില്ലേ, ആ സാധനം ABC വെറുതെ തരില്ലല്ലോ, നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ പൈസ കൊടുക്കണം. നിങ്ങൾ ഗൾഫ് കൺട്രീസിലാണെങ്കിലും ഇത് തന്നെയാണ് വരുന്നത്. GSTൻ്റെ പകരം VAT വരുന്നുണ്ടെന്നതിലും വേറൊരു മാറ്റവും ഇല്ല. എൻട്രീസ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ സ്റ്റാറ്റ്യൂട്ടറിയിൽ ഉണ്ടാകും. ബാക്കി എൻട്രീസും ഇതിൻ്റെ ബേസ് ഞാൻ പറഞ്ഞതൊക്കെ ഗോൾഡൻ റൂളിൽ വ്യത്യാസമുള്ള അക്കൗണ്ടും ബേസിക് എല്ലാം സെയിം തന്നെയാണ്. എൻട്രീസിൽ GST വരുന്നതിന് പകരം അവിടെ VAT കൊടുക്കുന്നു, അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ABCക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പോകുന്നു, വൗച്ചേഴ്സിൽ പോകുന്നു. വൗച്ചേഴ്സിൽ പോകുമ്പം ഇവിടെ ഡീഫോൾട്ടായിട്ട് പർച്ചേസ് ആണുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് എന്താണോ ക്യാഷാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ അറിയാം, ഒരു GST രജിസ്ട്രേഷൻ എടുത്ത കമ്പനി ആകുമ്പോൾ നമുക്ക് 10,000-ന് മുകളിൽ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ബാങ്ക് ത്രൂ കൊടുക്കേണ്ടി വരും. നമ്മുടെ ബാങ്കിൽ ഇപ്പം പൈസ ഉണ്ടോ, പൈസ ഇല്ല. അപ്പം നമുക്ക് കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വരുന്നതാണ് എന്താണ്, നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളൊരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി Alt C അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേഷൻ ലെഡ്ജർ ക്രിയേഷനോ ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളവിടെ ഒരു ബാങ്ക് കൊടുക്കുന്നു, HDFC. നമ്മൾ ബാങ്കിൻ്റെ ലാസ്റ്റ് അക്കൗണ്ട് നമ്പർ എത്രയാണോ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 5 ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, ചില സ്ഥാപനത്തിന് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടാവും. HDFC ബാങ്കിൽ തന്നെ 2 അക്കൗണ്ടിലുള്ള കമ്പനീസ് ഉണ്ടാകും. കാരണം മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ചിലപ്പം
കാസർഗോഡ് ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ കാസർഗോഡ് ഒരു HDFC അക്കൗണ്ട് ഉണ്ടാവും, കണ്ണൂർ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ കണ്ണൂർ HDFC അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഏരിയയിൽ തന്നെ 2 ബാങ്ക് ഉണ്ട്. അപ്പം ബ്രാഞ്ച് കൊടുക്കുമ്പോൾ നമ്മളിപ്പം കണ്ണൂർ ബ്രാഞ്ചാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ HDFC കണ്ണൂർ തന്നെ 2 ബ്രാഞ്ച് ഉണ്ടാവും. അപ്പോൾ HDFC കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് യൂണീക്കാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റോ 6 ഡിജിറ്റോ കൊടുക്കുക. അത് അണ്ടർ എന്താ വരിക, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അല്ലല്ലോ. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിന് OD അക്കൗണ്ട് ആണെങ്കിൽ OD അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കുറേ ഓപ്ഷൻസ് ടാലിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക. സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ കൊടുക്കുക. ബാങ്ക് നെയിം, ബ്രാഞ്ച് എവിടെയാണ് വരുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിൻകോഡ് ഉണ്ടെങ്കിൽ പിൻകോഡ് കൊടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുന്നു. കുറച്ച് സ്പീഡായിട്ട് പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ വീഡിയോന് നല്ല ലെങ്ത് ആകും. അപ്പോൾ HDFC ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ HDFC ബാങ്കിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്, ക്യാഷ്. നമ്മളിപ്പോൾ എടുത്ത എൻട്രീസ് കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ക്യാഷും ബാങ്കും തമ്മിലെ ട്രാൻസാക്ഷനാണ് കോൺട്രാ എൻട്രി. അപ്പം ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ എത്ര ക്യാഷ് ഉണ്ട്, നമുക്ക് ഇപ്പോൾ എത്രയാണ് 10 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്ന ക്യാഷ് നമ്മളെ കയ്യിലുണ്ട്. 10 ലക്ഷം എന്തായാലും ക്യാഷ് ആയിരിക്കില്ല വരുന്നത്, ആയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൈസ നമ്മളെ കയ്യിലുണ്ട് ഇപ്പം അക്കൗണ്ടിൽ. അത് നമ്മളൊരു 5 ലാക്ക് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റിൽ എന്താ വരിക, HDFC ബാങ്ക്, ക്രെഡിറ്റിൽ എന്താ വരിക, ക്യാഷ്. എത്ര എമൗണ്ട്, 5 ലാക്ക്. എൻട്രി അടിക്കുന്നു. ഇനി ഇവിടെ വന്നിട്ട് നറേഷൻ കൊടുക്കുന്നു. നറേഷൻ എന്ത് കൊടുക്കാം, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻടു ബാങ്ക്. ഇത് നമ്മൾ എല്ലാ എന്താ പറയുക ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ കാണിക്കുന്നത്. ഇത്ര കൊടുത്തു ചെയ്തിട്ട് കൺട്രോൾ A അടിക്കുക. ഇപ്പം നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത് ഇപ്പം നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ഇവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ബാലൻസ് ഷീറ്റ് എടുത്താൽ ഇതിൻ്റെ ഡീറ്റെയിൽ വ്യൂ കാണാൻ വേണ്ടി Alt F1 അടിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അസറ്റിൽ, കറണ്ട് അസറ്റിൽ കിടക്കും ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് എത്രയുണ്ട്, 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ എത്ര പൈസയുണ്ട്, 5 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മളേയും എത്ര പൈസ ഇല്ലയെന്നും ഇവിടെ കാണിക്കും. 10 ലക്ഷം രൂപയാണ് നമ്മളതിൽ ക്യാഷും ബാങ്കുമായിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, 3,17,500 രൂപ നമ്മളതിൽ ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മിസ്റ്റർ ആഷിഫ് 10 ലക്ഷം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ഇൻപുട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻപുട്ട്. ആ ഇൻപുട്ട് എത്രയുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, 12,150. സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ എത്രയാണോ ABCക്ക് കൊടുക്കാനുള്ളതെന്ന് കാണിക്കുന്നത് 79,650 രൂപ ABCക്ക് കൊടുക്കാനുണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സ്. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ട്. കറണ്ട് പീരീഡ് ഡിഫറൻസ് ഇൻ ബാലൻസ് 250 കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിപ്പം ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഡിഫറൻസിങ് ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു 2,50,000. അതുകൊണ്ടാണ് ഇവിടെ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ഒന്നും ചെയ്യാണ്ട് സ്റ്റോക്ക് ഫിസിക്കലി എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പം ബാലൻസ് ഷീറ്റ് എപ്പോഴും ബാലൻസ് കറക്റ്റ് തന്നെയോ നോക്കാം, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് നോക്കാം. ഡിഫറൻസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ജസ്റ്റ് എടുത്ത് നോക്കാം. ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ വരുന്നുണ്ട് CGST എത്രയുണ്ട്, 6,075. SGST എത്രയുണ്ട്, 6,075. ഇതിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. സ്റ്റേറ്റ് ടാക്സും അതുപോലെ തന്നെ സെൻട്രൽ ടാക്സും നമ്മൾ പർച്ചേസ് മാത്രമേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈക്വൽ തന്നെ ആയിരിക്കും.
അതുപോലെ തന്നെ സെയിൽ ചെയ്യുമ്പോഴും അത് ഈക്വൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ GST കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യുമ്പോഴാണ് ഇതിൽ വേരിയേഷൻ കാര്യങ്ങളെല്ലാം വരിക. നമ്മൾ ഇൻപുട്ട് ക്രെഡിറ്റ് ലെഡ്ജറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് സെറ്റ് ഓഫ് എല്ലാം ചെയ്യുമ്പോഴാണ് ഇതിൽ ബാലൻസ് മാറുക. അതല്ലാണ്ട് പർച്ചേസ് ചെയ്തിട്ടും സെയിൽ ചെയ്തിട്ടും ഒരിക്കലും CGSTയും SGSTയും മാറില്ല. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത എൻട്രീസിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ നമ്മൾ IGST പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻപുട്ട് IGST എന്ന് പറഞ്ഞിട്ടും കാണിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ അതേ ടോപ്പിക്കിലേക്ക് വരാം. ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വന്നു. ഇനി നമ്മളിപ്പോൾ ബാങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടുണ്ട്. ബാങ്കിൽ ക്യാഷ് ആയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ABCക്ക് ക്യാഷ് കൊടുക്കണം, അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വൗച്ചേഴ്സിൽ പോകുന്നു. ഇവിടെ വൗച്ചേഴ്സിൽ പോകുന്നു. ഇവിടെ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. പേയ്മെൻറ്റ് എന്താണ്? F5. നമ്മൾ ഷോർട്ട് കട്ട് കീസ് തന്നെ ഉപയോഗിച്ച് പഠിക്കുക. അതാകുമ്പോൾ നമ്മളെ വർക്ക് 10x സ്പീഡിൽ പോകും. ഇവിടെ സീരീസ് ഓട്ടോമാറ്റിക്കലി വരും. ഡേറ്റ് ഇന്നത്തെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ F2 അടിച്ചിട്ട് ഏതാണോ ഡേറ്റ് അത് നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഏത് അക്കൗണ്ടിൽ നമ്മൾ ഫണ്ട് അയക്കുന്നത്? HDFC ബാങ്ക് സെലക്ട് ചെയ്യുന്നു. ആർക്കാണ് പൈസ കൊടുക്കുന്നത്? ABC ലിമിറ്റഡിന് കൊടുക്കുന്നു. എത്ര പൈസയാണ് ഇവിടെ ABCക്ക് എത്ര കൊടുക്കാണ്ടെന്ന് കാണിക്കുന്നുണ്ട്? 79,650 രൂപ ABC കൊടുക്കാനുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 29,650 രൂപ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൺ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ബില്ലിൻ്റെ അഗെയിൻസ്റ്റ് ആണോ അത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അല്ല അഡ്വാൻസ് ആണോ എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ബില്ല് അഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബില്ല് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ അഗെയിൻസ്റ്റ് ഓണാക്കാത്തതുകൊണ്ട് അവിടെ വരുന്നില്ല. ജസ്റ്റ് അഗെയിൻസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ബിൽ വൈസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. 29,650 വന്നു. ഇല്ലെങ്കിൽ 100 F കൊടുത്ത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് 100 Fലേക്ക് പോയിട്ട് നമുക്ക് എൻ്റർ അടിച്ച് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യുക? നറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും നോർമലി ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ നറേഷൻ വരും. HDFC ബാങ്കിൽ നിന്ന് നമുക്ക് ABCക്ക് പേയ്മെൻറ്റ് പോയി. ബാങ്ക് പെയ്ഡ് ടു ABC ഫോർ പർച്ചേസ് എന്ന് എന്തെങ്കിലും നറേഷൻ കൊടുക്കാം. നമ്മൾ എന്താണ് എന്നിട്ടിത് ഇവിടെ വന്നിട്ട് ഇവിടെ എമൗണ്ട് ടോട്ടൽ കാണിക്കുന്നുണ്ട് 29,650. ഇനി Ctrl A അടിച്ച് കഴിഞ്ഞാൽ അത് സേവായി. ആ പൈസ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതെല്ലാം നോർമലി നമ്മൾ ലെഡ്ജറിലേക്ക് വരുന്നത്. നമുക്കിനി വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ABC കൊടുത്തു. സോൾഡ് ഗുഡ്സ് ടു ജംഷീദ്. നമ്മളിപ്പോൾ സാധനം വാങ്ങുന്നത് മാത്രമേ എൻട്രി ചെയ്തിട്ടുള്ളൂ. സാധനം വിൽക്കുകയും കൂടെ ചെയ്യാമല്ലോ. നമ്മളൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളതിൽ സെയിലും കൂടി ഉണ്ടാകും. അപ്പോൾ സെയിൽ ചെയ്യേണ്ട ഇതേതാണ്? സെയിൽ വൗച്ചറാണ്. ഷോർട്ട് കട്ട് കീ F8 അടിക്കുന്നു. F8 അടിക്കുമ്പോൾ പാർട്ടി ചോദിക്കുന്നുണ്ട്. നമുക്കൊരു പുതിയൊരു പാർട്ടിക്കാണ് സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് കൊടുക്കുന്നു. ആരുടെ പേരിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ജംഷീറിന് പേര് കൊടുക്കുന്നു. ഇനി അണ്ടർ എന്താ വരും? സൺട്രി ക്രെഡിറ്റേഴ്സ് വരുന്നു. സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ല, സാധനം വെക്കുമ്പോൾ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് ക്യാഷ് തരാനുള്ളവരെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ ആരുടെ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുന്നു. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അസെറ്റാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റീസ് ആണ്. ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കാം. ഇവയെല്ലാം ഇവിടെ കാണിക്കും. നമ്മൾ എന്നാലൊന്ന് മെയിൻറ്റ് അതിലേക്കും കൂടെ ഒന്ന് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രെഡിറ്റ് പീരീഡും കാര്യങ്ങളും സെറ്റ് ചെയ്യണമെങ്കിൽ 30 ദിവസം ക്രെഡിറ്റ് പീരീഡ്. ജംഷീദ് എന്ന് പറയുന്നത് വലിയൊരു പുള്ളിയാണ്, കോൺട്രാക്ടറാണ്. ആ പുള്ളിക്ക് ഒരു 30 ദിവസം നമ്മൾ ക്രെഡിറ്റ് ഓണർ കൊടുക്കാൻ പറയുന്നു. അപ്പോൾ 30 ദിവസം നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നു. ഇനി വൗച്ചർ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഞാൻ പറഞ്ഞതൊക്കെ ക്രെഡിറ്റ് ഡേയ്സ് എന്തെങ്കിലും മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ S കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ്, അതുപോലെ തന്നെ പിൻകോഡ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നു. ബാങ്കും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, GST രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്ററിന് കൊടുക്കാം. അതല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ മാസവും 11-ാം തീയതിക്കുള്ളിൽ നമ്മൾ GSTR1 ഫയൽ ചെയ്യണം. GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എന്തിനെടുക്കണം? നമ്മൾ കമ്പനിൻ്റെ ടേൺ ഓവർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം വരെ
നിങ്ങൾക്കൊരു കൊല്ലം എന്തായാലും സെയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കണം. അതെല്ലാം നിങ്ങൾ ഗുഡ്സും കാര്യങ്ങളെല്ലാം വിൽക്കുന്നത്, സാധനങ്ങളാണ് വിൽക്കുന്നുണ്ടെങ്കിൽ 40 ലക്ഷത്തിന് മുകളിൽ നിങ്ങളെ സെല്ലിങ് ഒരു വർഷത്തെ ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ, അതായത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്, നിങ്ങൾ നെറ്റ് സെയിൽ എത്രയാണോ വരുന്നത് വിത്തൗട്ട് GST എത്ര വരുന്നുണ്ട്, ആ ഒരു എമൗണ്ട് 40 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കൽ മാൻഡേറ്ററി ആണ്. കസ്റ്റമറുടെ കേസല്ല പറയുന്നത്, കമ്പനിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഫയൽ ചെയ്യണം. അതല്ലെങ്കിൽ ക്വാർട്ടർലി, നമ്മൾ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഫയൽ ചെയ്യണം. കോമ്പോസിഷൻ ആണെന്ന് ഇപ്പം ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ക്വാർട്ടർലി ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം GSTR 1 ഫയൽ ചെയ്യുന്നവർക്കറിയാം, അതിൽ നമ്മൾ B2B കറക്റ്റ് ഓരോരോ ഇൻവോയ്സ് വൈസ് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ B2C ലംസമായിട്ട് ഒരു മാസം എത്ര B2C എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് പേഴ്സണിന് സെയിൽ ചെയ്യുന്നതാണ് B2C എന്ന് പറയുന്നത്. ബിസിനസ് ടു കസ്റ്റമർ. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. ഒരു GST രജിസ്റ്റേർഡ് പേഴ്സൺ മറ്റൊരു GST രജിസ്റ്റേർഡ് പേഴ്സണ് വിൽക്കുന്നതിനാണ് B2B എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജംഷീർ എന്ന് പറയുന്ന ഒരാൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ കൊടുക്കണം. അയാൾ എടുത്തിട്ടില്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് കൊടുക്കണം. URP എന്ന് പറയും, അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ അൺരജിസ്റ്റേർഡ് കൊടുക്കാം. ജസ്റ്റ് Ctrl A കൊടുക്കുന്നു. ഡെലിവറി ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തു. നമ്മൾ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഏത് ലെഡ്ജറാണ് യൂസ് ചെയ്ത്, പർച്ചേസ് ലെഡ്ജറാണ്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ ഏത് ലെഡ്ജറാണ് കോമൺലി യൂസ് ചെയ്യുക, ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നോർമലി സെയിൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിൽസ് ലെഡ്ജറാണ്. അപ്പോൾ ഇവിടെ സെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സെയിൽസ് ഇവിടെ എന്താണ് ലെഡ്ജർ കൊടുക്കുന്നു, സെയിൽസ് കൊടുക്കുന്നു. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറിയിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. GST അപ്ലിക്കബിൾ കൊടുക്കുന്നു. അതേപോലെ ആസ് പെർ കമ്പനി ഇതെല്ലാം നോർമൽ കണക്ക് തന്നെ. ഇവിടെ ഗുഡ്സ് കൊടുക്കുന്നു. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, Ctrl A അടിക്കുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഐറ്റംസ് കൊടുക്കാം. ഈ ജംഷീർ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ എന്താണോ സെയിൽ ചെയ്യുന്നത്, നമ്മളിപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇവിടെ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലാഗ് ഉണ്ട്. ജസ്റ്റ് മിനിറ്റ്, വൗച്ചർ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ സെയിൽ സെലക്ട് ചെയ്ത് ജംഷീർ കൊടുക്കുന്നു. Ctrl A അടിക്കുന്നു. അഡ്രസ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നു. Ctrl A അടിക്കുന്നു. ഇവിടെ സെയിൽസ് ലെഡ്ജർ കൊടുക്കുന്നു. ഇവിടെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നിലവിലെ സ്റ്റോക്ക് ഇവിടെ കാണിക്കും. നമ്മളിൽ എത്ര കമ്പ്യൂട്ടർ 10 സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ 5 സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ കൊടുക്കുന്നു. എത്ര കമ്പ്യൂട്ടർ കൊടുക്കുന്നു. റേറ്റ് കമ്പ്യൂട്ടറിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക് വരാത്തത് ഫിസിക്കൽ സ്റ്റോക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ്. പർച്ചേസാണ് ചെയ്തിരുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റേറ്റ് ലുക്കപ്പ് ചെയ്ത് വരും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആൾട്ടർ ചെയ്യാം കേട്ടോ. അപ്പോൾ 25,000 രൂപ കൊടുക്കുന്നു. ഡിസ്കൗണ്ടും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5% ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. 10% ആണെങ്കിൽ നമ്മൾ 25,000 കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലാഭത്തിൽ വിൽക്കുന്നു. ഒരു 30,000 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം. ഇല്ലെങ്കിൽ P&L എടുക്കുമ്പോൾ നമുക്കതിൽ പ്രോഫിറ്റ് കാണിക്കില്ല. 5% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 28,500 നെറ്റ് സെയിൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോണും കൊടുക്കുന്നു. മൊബൈൽ ഫോണ് എത്ര കൊടുക്കാം, ഒരു 2 മൊബൈൽ ഫോണും കൊടുക്കാം. മൊബൈൽ ഫോണിന് ഏകദേശം നമുക്കൊരു 5,000 ഒരു 10,000 റുപ്പീസ് ഇടാം. 2 മൊബൈൽ ഫോണ് 10,000 റുപ്പീസ് കൊടുക്കുന്നു. ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എൻ്റർ അടിക്കുന്നു. ഇപ്പം 48,500 രൂപ നിങ്ങൾക്ക് നെറ്റ് ഗ്രോസ് എമൗണ്ട് വന്നു. ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് വരും, GST വരും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇൻപുട്ട് GSTക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഔട്ട്പുട്ട് GSTക്കും നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, Alt C കൊടുക്കുക. അപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ വിൻഡോയിലേക്ക് പോകും. ഇവിടെ ഔട്ട്പുട്ട് CGST കൊടുക്കുന്നു. എൻ്റെ അക്കൗണ്ടാണ്, സെയിൽസ് അക്കൗണ്ട് അല്ല. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST വരുത്ത ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലാണ്. GST കൊടുക്കുന്നു. ഇവിടെ എന്താണ് കൊടുത്തത്, നമ്മൾ CGST സെലക്ട് ചെയ്യുന്നു. പെർസെൻറ്റേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. റൗണ്ട് ഓഫ് മെത്തേഡ് നോട്ട് ആപ്ലിക്കബിൾ ആണ്. Ctrl A കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് 4,365 രൂപ
ഔട്ട്പുട്ട് GST വന്നു 9%. ഇനി നമുക്ക് SGST കൊടുക്കാം. അപ്പോൾ Alt C അടിക്കുന്നു, ടാക്സസ് GST കൊടുക്കുന്നു, SGST സെലക്ട് ചെയ്യുന്നു, റൗണ്ട് ഓഫ് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു, കൺട്രോൾ A അടിക്കുന്നു. അപ്പോൾ ഇവിടെ SGST വന്നു, CGST വന്നു. ഇവിടെ നേരത്തെ പറഞ്ഞൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ലെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില കമ്പനീസിൽ നമ്മൾ നോക്കുമ്പം അവിടെ ഔട്ട്പുട്ട് CGST 9%, ഔട്ട്പുട്ട് SGST 9% എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് സാധനങ്ങൾ 9% വരും, ചിലപ്പം 14% വരും, ചിലപ്പോൾ 6% വരും. ഓക്കെ, ഇത്രയും ടാക്സ് നമുക്ക് പെർസെൻറ്റേജ് വരാം. നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം 9% ഈ ഐറ്റത്തിൻ്റെ 9%, ചിലപ്പോൾ മൊബൈൽ 9%, കമ്പ്യൂട്ടർ ചിലപ്പോൾ 14%. 14% SGST എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂടിയിട്ട് 18% അല്ലെങ്കിൽ 28%, ഇല്ലെങ്കിൽ 12% എന്ന് പറഞ്ഞാൽ GST ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കൺഫ്യൂഷനാണ്. ഈ ഐറ്റത്തിന് ഏതെല്ലാം GST ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് ഔട്ട്പുട്ട് GST 9, ഔട്ട്പുട്ട് GST 14, ഔട്ട്പുട്ട് GST 5 എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഒരു വലിയ സ്ഥാപനം ആകുമ്പോൾ 4-5 കൗണ്ടേഴ്സ് ഉണ്ടാവും. പർച്ചേസ് കയറ്റുന്നത് A എന്ന് പറയുന്ന ഒരു കൗണ്ടറിനാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്നത് B എന്ന് പറയുന്ന ഒരു കൗണ്ടറിനായിരിക്കും. അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പക്ഷേ ഓഡിറ്റർ പറയാൻ നിങ്ങൾ സെപ്പറേറ്റ് GST 9% വരെ കാണണം, 14% വരെ കാണണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ, വലിയൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എൻ്റെ ഒരു ഇത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇവിടെ വേറൊരു റൗണ്ട് ഓഫും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ റൗണ്ട് ഓഫ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. റൗണ്ട് ഓഫ് വരുത്താൻ ഇപ്പം നമുക്ക് അഥവാ എന്തെങ്കിലും റൗണ്ട് ഓഫ് കാര്യങ്ങൾ ഇവിടെ ഒരു 8% കൊടുത്തു ചെയ്താൽ 7.5, ഇവിടെ ഇപ്പോൾ 7.5 ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ റൗണ്ട് ഓഫ് വരുന്നുണ്ട് വിചാരിക്കുക. ഇവിടെ 0.50 വന്നുകൊണ്ട് റൗണ്ട് ഓഫ് വരില്ല. ഇപ്പോൾ ഇവിടെ കാണാം, ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൗണ്ട് ഓഫ് വന്നിട്ടില്ല. ഇവിടെ ടോട്ടൽ എമൗണ്ട് എത്ര വന്നു? 47,825 ഗ്രോസ് എമൗണ്ട് വന്നു. ഇവിടെ 56,433 രൂപ 50 പൈസ വന്നു. അപ്പോൾ ഒരു നമുക്കൊരു ബില്ല് കാണുമ്പോൾ നമ്മളെപ്പോഴും റൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ബില്ലെല്ലാം ആകുമ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം? റൗണ്ട് ഓഫ് ചെയ്യാൻ ഇതേപോലെ ഇവിടുന്ന് നിങ്ങളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, Alt C കൊടുക്കുക, റൗണ്ട് ഓഫ് എന്ന് കൊടുക്കുന്നു. റൗണ്ട് ഓഫ് എന്താണ്? നോർമലി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ കമ്പനിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ കമ്പനിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്, ഗാരേജും കാര്യങ്ങളെല്ലാം. അതായത് ഡയറക്റ്റ് നമ്മൾ പർച്ചേസിന് എഫക്റ്റ് ചെയ്യുന്ന എക്സ്പെൻസിന് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഇപ്പോൾ ക്യാരേജ് ഇൻവേർട്സ് എന്നെല്ലാം പറയുന്നില്ല, നമ്മളൊരു സാധനം ലോഡിങ് ഇറക്കുന്നത്, അത് ഡയറക്റ്റ് എക്സ്പെൻസാണ്. നേരെ മറിച്ച് നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഒരു റെൻറ്റ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കുന്നത്, അതെല്ലാം കമ്പനിൻ്റെ ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. അതായത് പ്രൊഡക്റ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ഡയറക്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, മറ്റേത് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. ഇപ്പോൾ റൗണ്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. നമ്മൾ വേരിയേഷനിലെ എമൗണ്ട് ജസ്റ്റ് ഡിസ്കൗണ്ട് ഇട്ട് കളയുന്നു എന്നെല്ലാം പറയുന്നില്ല, അതുപോലെ നമ്മൾ എക്സ്പെൻസ് ഇട്ട് കളയുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം. ഇവിടെ എന്താണ് ഇത് വരുന്നത്? റൗണ്ട് ഓഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻവോയ്സ് റൗണ്ടിങ് കൊടുക്കുന്നു, നോർമൽ ക്ലിക്ക് ചെയ്തിട്ട് 1 സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ A കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് റൗണ്ട് ഓഫ് കമ്പനി അവിടെ നമ്മൾ ആ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞ ലെഡ്ജർ കൊടുത്തത് കൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. 0.50 റൗണ്ട് ഓഫ് വന്നു. നെറ്റ് എമൗണ്ട് ഇവിടെ നമുക്ക് എത്രയാണ്? 56,434 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിത് സേവ് ചെയ്യാം. ഇവിടെ പ്രൊവൈഡിങ് ഇ വേ ബില്ല് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ എസ് അടിക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് പോകാം. കോസ്റ്റ് സെൻറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ജസ്റ്റ് സേവ് അടിക്കുന്നു. നിങ്ങൾ കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് സെൻറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ കമ്പനി ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്താൽ മതി.
ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എൻ്റർ അടിച്ച് പോയതാണ്. ഇനി ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ഇവിടെ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? നമുക്ക് നമ്മുടെ കമ്പനീസിൽ ഇപ്പം 50,000 മുകളിൽ നമുക്ക് സെയിൽ വരുന്നുണ്ടെങ്കിൽ ഇ-വേ ബിൽ മാൻഡേറ്ററി ആണ്. നമ്മൾ എന്തായാലും ഇ-വേ ബിൽ അടിച്ചേ പറ്റും. അതുകൊണ്ടാണ് ടാലി ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇ-വേ ബിൽ അടിക്കണമെന്ന് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ ഒരു പാർട്ടിൻ്റെ പേരിൽ മൾട്ടിപ്പിൾ ഇൻവോയ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു 20,000 രൂപ ഇൻവോയ്സ് ഉണ്ട്, ഒരു 30,000 രൂപ ഇൻവോയ്സ് ഉണ്ട് വിചാരിക്കാം. അതും ഇന്ന് സെയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് എന്തായാലും അടിക്കണം. അത് സ്പ്ലിറ്റ് ആയിട്ട് അടിച്ചാലും സിംഗിൾ ബില്ല് അടിച്ചാലും നിങ്ങൾ 50,000 മുകളിൽ ഒരു പാർട്ടിക്ക് സെയിം ഡേ ഡെലിവറി ചെയ്യുന്നുണ്ട്, സെയിം വെഹിക്കിളിൽ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇ-വേ ബില്ല് മാൻഡേറ്ററി ആയിട്ട് അടിക്കണം. നമ്മളിപ്പോൾ ഇ-വേ ബില്ലും കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് നോ അടിക്കുന്നു. രജിസ്റ്റർ ചെയ്തവർ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കത് എസ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഡിസ്പാച്ച് ഫ്രം, അതായത് എവിടെ നിന്നാണോ സാധനം പോകുന്നത്, കാസർഗോഡാണോ കാസർഗോഡ് കൊടുക്കുന്നു. ഇവിടെ ഷിപ്പ് ടു എവിടത്തേക്കാണ് സാധനം പോകുന്നത്, കണ്ണൂരാണ് കണ്ണൂർ കൊടുക്കുന്നു. ട്രാൻസ്പോർട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഒഴിവാക്കുന്നു. ട്രാൻസ്പോർട്ടർ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടർ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ട്രാൻസ്പോർട്ടർക്ക് സാധനം കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് അയപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇ-വേ ബില്ല് ട്രാൻസ്പോർട്ടറുടെ പേരിലടിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്ത് എത്തിക്കുന്നു. ട്രാൻസ്പോർട്ടറാണ് പിന്നെ ഇ-വേ ബില്ല് കസ്റ്റമർ പേരിലേക്ക് അടിക്കാം. നമ്മൾ പാർട്ടി എ ക്രിയേറ്റ് ചെയ്യുന്നു, പാർട്ടി ബി ട്രാൻസ്പോർട്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് പാർട്ടി എ ഇല്ല, നമ്മൾ ഡയറക്റ്റ് വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ട് ബിയിൽ വന്നിട്ട് ഇവിടെ എന്ത് മുഖേനയാണ്, റോഡ് മുഖേനയാണെങ്കിൽ റോഡ് കൊടുക്കുക, റെയിൽ മുഖേനയാണെങ്കിൽ റെയിൽ കൊടുക്കുക. റെയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെയിനിൻ്റെ റെയിൽ കൊടുത്താൽ നമുക്ക് ഇപ്പം ട്രെയിനിൻ്റെ എല്ലാ നമ്പർ, ട്രെയിനിനൊരു നമ്പേഴ്സെല്ലാം ഉണ്ട് നമ്മളെ സാധനം അയക്കുന്നതിനല്ലോ, അത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വിസിബിൾ ആകും. ഇനി റോഡ് മുഖേനയാണെങ്കിൽ റോഡ് കൊടുക്കുക, അപ്പം വെഹിക്കിൾ നമ്പറും കാര്യങ്ങളും ഇവിടെ ചോദിക്കും. ഇപ്പോൾ ഇവിടെ റെയിൽവേയിലാണെങ്കിൽ ഇവിടെ ഡോക്യുമെൻറ്റ് നമ്പർ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം വെഹിക്കിൾ നമ്പർ KL എത്രയാണ് വരുന്നുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, വെഹിക്കിൾ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, റെഗുലർ കൊടുക്കുക. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ-വേ ബില്ല് പോർട്ടലിലേക്ക് ലോഗിൻ ചോദിക്കും, അവരിന് ഡയറക്റ്റ് അടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ജസ്റ്റ് നോ കൊടുത്തിട്ട് ഞാൻ ഈ ബില്ല് സേവ് ചെയ്യുന്നു, Ctrl A അടിച്ചിട്ട് സേവ് ചെയ്യുന്നു. ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് നോ കൊടുക്കുന്നു. ആ ഒരു സെയിൽ ആയിട്ടുണ്ട്. നമുക്ക് ആ സെയിൽ കാണുന്നുണ്ടെങ്കിൽ ആ പേജ് അപ്പ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു സെയിൽ കണ്ട്. ഇത് നമുക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്യാം? Ctrl P കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം നോർമലി പ്രിൻ്റ് എടുക്കുമ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ പ്രിൻ്റ് ഇടുക. പ്രിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഒരു നോർമൽ ഒരു ഇൻവോയ്സ് വന്നു. ഇൻവോയ്സിൽ എന്തൊക്കെയുണ്ട്? ഇ-വേ ബിൽ നമ്പർ, ഇ-വേ ബിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇ-വേ ബിൽ നമ്പർ ഉണ്ടാവും, ഇൻവോയ്സ് നമ്പർ ഉണ്ട്, റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതായത് നിങ്ങൾക്ക് സെയിൽ ഓർഡർ കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ അത്. ഇവിടെ നമ്മുടെ കമ്പനീൻ്റെ പേര് വന്നിട്ടുണ്ട്, എക്സൽ വിത്ത് ആഷിഫ്, മെയിൽ ID, സ്റ്റേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്, പാർട്ടി ജംഷീർ AG കാങ്കോൽ എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഐറ്റം കമ്പ്യൂട്ടർ, മൊബൈൽ, അപ്പോൾ അതിൻ്റെ പൈസ വന്നിട്ടുണ്ട്, അതിൻ്റെ CGST എത്ര, ഔട്ട്പുട്ട് GST എത്രയെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, റൗണ്ട് ഓഫ് വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സെപ്പറേറ്റ് 9%, 14% ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ HSM വേസ് നമുക്കിവിടെ സ്പ്ലിറ്റ് കാണിക്കും, ഓരോരോ GSTയും ഓരോരോ GSTയുടെ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു രീതിയിലുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും വരില്ല. ഇത് നോർമൽ ടാലിയിൽ ഡീഫോൾട്ടായിട്ടുള്ള സിമ്പിൾ ഇൻവോയ്സ് ടെംപ്ലേറ്റ് ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ മോഡേൺ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് എസ്കേപ്പ് അടിക്കുന്നു, ഇവിടെ കോൺഫിഗറിൽ പോകുന്നു, ഇവിടെ സിമ്പിൾ ഇൻവോയ്സ് ഫോർമാറ്റ് എന്നുള്ളത് ജസ്റ്റ് നോ കൊടുക്കുന്നു, Ctrl A അടിച്ച് സേവ് ചെയ്യുന്നു. ഒന്നും കൂടെ പ്രിവ്യൂ നോക്കിയാൽ ഇപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല, എന്താ പറയുക, നമ്മളെ കമ്പനി നെയിം വന്നിട്ടുണ്ട്, ഡിസ്പാച്ചും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, ടൂവും അതുപോലെ തന്നെ ഷിപ്പിംഗ് ഉണ്ടെങ്കിൽ ഷിപ്പിംഗ് അഡ്രസ്സ് വന്നിട്ടുണ്ട്, ബില്ലിംഗ് അഡ്രസ്സ് ഇല്ലെങ്കിൽ ബില്ലിംഗ് അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു GST പാർട്ടിക്ക് ബില്ലടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ GST രജിസ്റ്റർ ചെയ്ത ഒരു അഡ്രസ്സ് ഉണ്ടാവും, അതാണ് ബില്ലിംഗ് അഡ്രസ്സ്. അവർക്ക് പക്ഷേ സാധനം പോകുന്നത്, അവർ രജിസ്ട്രേഷൻ എടുത്ത് കണ്ണൂരാണ്, സാധനം പോകുന്നത് ആലപ്പുഴയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കേണ്ട ആലപ്പുഴയിലത്തെ അഡ്രസ്സാണ്. ഓക്കെ, അതാണ് ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും. അപ്പോൾ ഐറ്റംസും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് GSTയിലും വന്നിട്ടുണ്ട്, റൗണ്ട് ഓഫ് വന്നിട്ടുണ്ട്, ഇവിടെ ഡിസ്കൗണ്ട് 7.25 മറ്റും വന്നിട്ടുണ്ട്. നമുക്കിനി ഐറ്റം വേസ് ഓരോന്നിൻ്റെ ടാക്സിൽ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണിക്കാം. എസ്കേപ്പ് അടിച്ച് കോൺഫിഗർ അടിച്ചിട്ട് ഇവിടെ എന്ത് കാണിക്കാം? ഇവിടെ കണ്ടോ, ഷോ ഐറ്റം വേസ് GST ഡീറ്റെയിൽസ്, ജസ്റ്റ് ഇത് യെസ് കൊടുക്കുന്നു.
അവിടെ ജസ്റ്റ് ഒരു മിനിറ്റ്, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ എസ് ആയി. ജസ്റ്റ് കൺട്രോൾ എ കൊടുക്കുന്നു. ഇപ്പം നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഐറ്റത്തിൻ്റെ ഇപ്പോൾ കമ്പ്യൂട്ടർ എത്രയാണ്, കമ്പ്യൂട്ടറിൻ്റെ ടാക്സബിൾ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ GST റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ GST എമൗണ്ട്, SGST എത്രയാണ്, CGST എത്രയാണ്, അതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ബാങ്ക് അക്കൗണ്ട് വിസിബിൾ ആക്കണം, കോൺഫിഗറിൽ പോവുക, ഷോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടോ നോക്കാം. ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബാങ്ക് ഹോൾഡർ നെയിം വരണമെന്ന് ചോദിക്കുന്നുണ്ട്. എസ് കൊടുക്കുക. ഷിഫ്റ്റ് കോഡ് നമുക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വേണ്ട. കൺട്രോൾ എ കൊടുക്കുന്നു. ഒന്നും കൂടെ പ്രിവ്യൂ എടുത്ത് നോക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്യണം. ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ ബാങ്കും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ HDFC ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് കൺട്രോൾ എ കൊടുക്കുന്നു. ഇപ്പോൾ പ്രിവ്യൂ അടിച്ച് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് QR കോഡും കാര്യങ്ങളും വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അതെങ്ങനെ വരുന്നതെന്ന് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ ഒരു ഇൻവോയ്സ് വളരെ പെട്ടെന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തു. നമ്മൾ പറയുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു. നമുക്ക് ഇത്രയേ പണിയുള്ളൂ. ഇത് നിങ്ങൾക്ക് PDF-ലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് കൊടുക്കുമ്പം നിങ്ങൾ പ്രിൻ്ററാണ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രിൻ്ററിലേക്ക് സെലക്ഷൻ വരും. അതല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പം ജംഷീർ AG എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യും. അപ്പോൾ ആ ഒരു ബില്ല് സേവ് ആയിട്ടുണ്ട് ജംഷീർ AGയുടെ പേരിൽ. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്കൊരു ജംഷീർ AGയുടെ പേരിൽ ബില്ല്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ല് കിട്ടി. ഇത്രയേ പണിയുള്ളൊരു ബില്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ടാലി വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കി ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിലടിച്ചു. ഇത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പം ഈ ഒരു സാധനം ഒരു വണ്ടിയിലാണ് കൊടുത്തയച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. ആ ഒരു വണ്ടിക്കാരന് ഒരു 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തു. നമുക്ക് എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എൻ്റർ ചെയ്യാം? വൗച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻ്റ് ഉണ്ട്. ജസ്റ്റ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അക്കൗണ്ട് ടൈപ്പ് എന്താ കൊടുക്കുന്നത്? ക്യാഷ് കൊടുക്കുന്നു. എന്തിൻ്റെ പേയ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് കൊടുക്കുന്നത്. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞാൽ സ്പേസ് അടിക്കുക. ഇവിടെ ലെഡ്ജർ ഇല്ലല്ലോ, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിൽ പോകുന്നു. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പേര് കൊടുക്കുന്നു. അവിടെ അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ജസ്റ്റ് കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് കൊടുക്കാം? എത്ര എമൗണ്ട്? 1500 രൂപ കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നു. കോസ്റ്റ് സെൻറ്റർ ഞാൻ ജസ്റ്റ് ഇലക്ട്രോണിക്സ് ആയിട്ട് കൊടുക്കുന്നു. ഇനി ഇവിടെ നറേഷൻ എന്താണ്? ഇവിടെ സെയിൽ എന്താണോ ബിൽ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുക. സെയിൽ ബില്ല് 1. നിങ്ങളുടെ അഡ്രസ്സ് കണ്ണൂർ ടു ഇപ്പം എടുത്തേക്കാണോ പോകുന്നത്, ഇപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ എ അടിക്കാം. അത് സേവായി. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇതും കൂടെ കൊടുത്തു. പിന്നെ നമുക്ക് മെയിൻലി വരുന്നത് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ആണ്. അതെങ്ങനെ കൊടുക്കാം? വൗച്ചറിലേക്ക് തന്നെ പോകുന്നു. നേരത്തെ ചെയ്ത കണക്ക് ഇവിടെ പേയ്മെൻറ്റ് വൗച്ചറിലേക്ക് പോകുന്നു. പേയ്മെൻറ്റ് വൗച്ചറിൽ ക്യാഷ് Alt+C അടിക്കുന്നു. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി KSEB ആണ്. KSEB കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൺട്രോൾ എ കൊടുക്കുന്നു. എത്ര എമൗണ്ട് വരുന്നത്? ഇലക്ട്രിസിറ്റി ബില്ല് നമുക്കൊരു 12,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ എൻ്റർ അടിക്കുന്നു. ഇവിടെ നറേഷനിൽ ഇപ്പോൾ ഏത് മാസം? ഏപ്രിൽ മാസം ബില്ലാണ്.
2025 ഇലക്ട്രിക് ചാർജസ് കൊടുക്കുന്നു. കൺട്രോൾ അടിച്ച് സേവ് ആക്കുന്നു. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? സാലറി കൊടുക്കേണ്ടത് വരാം. ക്യാഷ് ഇവിടെ ആൾട്ട് സി അടിക്കുന്നു. ഇതെല്ലാം വൺ ടൈം ക്രിയേഷൻ ആണ് കേട്ടോ. ലെഡ്ജേഴ്സ് എല്ലാം ഇവിടെ സാലറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുന്നു. ഒരു 12,000 സാലറി. ജസ്റ്റ് ഇവിടെ നറേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? സാലറി മിസ്റ്റർ വാജിദ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. കൺട്രോൾ എ അടിക്കുന്നു. അപ്പോൾ അത് സാലറി കൊടുത്തു. പിന്നെ കൊടുക്കേണ്ടി വരുന്നത് എന്താണ്? നമുക്ക് ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നടക്കാനുള്ള ഏകദേശം ട്രാൻസാക്ഷനാണ് പറയുന്നത്. പിന്നെ നമുക്ക് കൊടുക്കാൻ വരുന്നത് റെൻറ്റ്, ക്യാഷ് വരാം. കൺട്രോൾ സി അടിക്കുന്നു. റെൻറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. റെൻറ്റ് നമുക്കൊരു 50,000 വരുന്നുണ്ട് വിചാരിക്കാം. അത് കൊടുത്തു. ഇവിടെ ഏപ്രിൽ റെൻറ്റ് പെയ്ഡ് കൺട്രോൾ എ അടിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൻട്രീസ്, ഇതുവരെ ഇട്ട എൻട്രീസും കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ബാക്ക് പോകുന്നു. ബാക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഡേ ബുക്ക് ഉണ്ട്. നമ്മളിപ്പം നിലവിൽ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും ഡേ ബുക്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓരോരോ ട്രാൻസാക്ഷനും വന്നിട്ടുണ്ടാവും. ആൾട്ട് F1 അടിച്ച് ചെയ്താൽ ഡെബിറ്റും ക്രെഡിറ്റും വെച്ചിട്ട് തന്നെ ഇവിടെ കാണിക്കും. ഓരോരോ എൻട്രീസും ഇവിടെ കാണിക്കും. ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞത്. ബേസ് പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് എൻട്രി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ABCക്ക് പൈസ കൊടുത്ത് വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്ത് വന്നിട്ടുണ്ട്. KCB ബില്ലടിച്ച് വന്നിട്ടുണ്ട്. എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് അവിടെ വെക്കാം. പിന്നെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മെയിൻലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല. അതിന് മുമ്പിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് സമ്മറി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണോ നിലവിലെ സ്റ്റോക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 9 കമ്പ്യൂട്ടർ ഉണ്ട്. അതുപോലെ തന്നെ 3 മൊബൈൽ ഫോൺ ഉണ്ട്. ആൾട്ട് F1 അടിച്ചാൽ ഡീറ്റെയിൽസ് ഇല്ല. ജസ്റ്റ് കമ്പ്യൂട്ടർ അടിച്ച് ചെയ്താൽ ഇവിടെ കമ്പ്യൂട്ടർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ട്രാൻസാക്ഷൻ കാണിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടായത്, നിങ്ങൾക്ക് എത്ര സെയിൽ ചെയ്തു, നിലവിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് കാണിക്കും. അത് മന്ത്ലി ഉള്ളതും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്റ്റോക്ക് സമ്മറി എടുക്കുന്നത്. ഇനി നമുക്ക് മെയിൻലി നോക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് തീർക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പേജിൽ എന്തായാലും ഓരോരോ സെക്ഷനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ടൈം 1:47 അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുമ്പം ഈ ഒരു ഡീറ്റെയിൽഡ് വ്യൂ ആണ്. ആൾട്ട് F1 അടിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 2,50,000 രൂപ. എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്? കമ്പ്യൂട്ടർ നമ്മൾ ഓപ്പണിങ്ങിൽ ഉണ്ടായ സ്റ്റോക്കാണ് 2,50,000 രൂപ. അതേപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ടിൽ ഇവിടെ 6500 വന്നിട്ടുണ്ട്. പർച്ചേസ് റിട്ടേണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 6500 വന്നു. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ നമ്മൾ മുമ്പ് അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ടാകും. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ സൈഡ്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അതിൽ വരുത്ത് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് ക്രെഡിറ്റ് സൈഡിൽ വരാം. ഡെബിറ്റ് സൈഡിൽ പിന്നെ ഡയറക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം ഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് വരും. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുപോലെ ഇപ്പുറ സൈഡിലും വരും. ഓക്കെ, അത് ചെയ്താൽ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധനം വിറ്റിട്ടില്ല പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. എത്രയാണ് ഗ്രോസ് ലോസാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഗ്രോസ് ലോസ് വന്നതിന് നമുക്ക് നമ്മൾ സെയിൽ ചെയ്ത് മൊബൈൽ ഫോൺ ജസ്റ്റ് നോക്കാം. നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ കോസ്റ്റ് ചെയ്യുന്നത് 15,000 രൂപയാണ്. അതിൽ 10% ഡിസ്കൗണ്ട് ഇട്ടാൽ 1,500 കുറച്ചാൽ ബാക്കി 13,500 മൊബൈൽ ഫോണിൻ്റെ കോസ്റ്റ് വരും. നമ്മളിത് സെല്ല് ചെയ്ത് എത്ര പൈസക്കാണ്?
ജസ്റ്റ് 10,000 രൂപയ്ക്ക് സെല്ല് ചെയ്തത്. അതാണ് അവിടെ ഗ്രോസ് ലോസ് വന്നത്. നമ്മളൊരു 20,000 കൊടുക്കുന്നു മൊബൈൽ ഫോൺ സെല്ല് ചെയ്തത്. ജസ്റ്റ് കൺട്രോൾ എ കൊടുത്ത് സേവ് ചെയ്യുന്നു. ഈ ബിൽ നോ കൊടുക്കുന്നു. ജസ്റ്റ് ബാക്കിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് വന്നു. അപ്പോൾ എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം സാധനം വിറ്റ വകയിൽ നമുക്ക് കിട്ടിയ എന്താ പറയുക പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ജസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിനും കൂടെ എൻട്രി ജസ്റ്റ് ഇടാം. വൗച്ചറിൽ പോകുന്നു, പേയ്മെൻറ്റ് പോകുന്നു, ക്യാഷ് ഇവിടെ ആൾട്ട് സി അടിക്കുന്നു. കാരേജ് ഇൻവേർഡ് കൊടുക്കുന്നു. അല്ലെങ്കിൽ വേജസോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. ഞങ്ങൾ കാണിച്ചു തരാൻ മാത്രമാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. നോട്ട് അപ്ലിക്കബിൾ. സേവ് ഒരു 2,000 റുപ്പീസ് കൊടുക്കുന്നു. ആൾട്ട് അടിക്കുന്നു. നമ്മളിപ്പോൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പം നോക്കിയാൽ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് വിൽക്കുമ്പോൾ അതിൽ ഡയറക്റ്റ് എത്ര നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ആൾട്ട് ഫോൺ അടിക്കുമ്പോൾ ഡീറ്റെയിൽ കാണിക്കും. ഇവിടെ നമുക്ക് വന്ന പ്രോഫിറ്റ് പറഞ്ഞാൽ 13,826 രൂപയാണ് നമുക്ക് ആ ഒരു സെയിൽ ചെയ്തതിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. അതായത് സാധനം വിറ്റ വകയിൽ നമുക്ക് കിട്ടിയത് 13,825 രൂപയാണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞാൽ എന്ത്? നമ്മളെ ആ സാധനം വിറ്റാൽ അത് മാത്രമല്ലല്ലോ നമ്മൾ എക്സ്പെൻസ്. നമുക്ക് ഇപ്പം മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, അതുപോലെ തന്നെ റെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് സാലറി വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നുണ്ട്, അങ്ങനെ എന്തെല്ലോ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇവിടെ നെറ്റ് ലോസാണ് വന്നത് 61,000 രൂപ. നമുക്കത് വേണമെങ്കിൽ ജസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ സെല്ലിങ് ഒന്ന് ജസ്റ്റ് കൂട്ടാം. കമ്പ്യൂട്ടർ ഒരു 8 പീസ് വെക്കുന്നു, അടിക്കുന്നു, ബില്ലിന് കൊടുക്കുന്നു, ജസ്റ്റ് ബാക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് 79,000 രൂപയായി. നമ്മൾ മൊബൈലിൻ്റെ സെല്ലിങ് കൂട്ടി, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സെല്ലിങ് കൂട്ടി. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഇത് ഗ്രോസ് പ്രോഫിറ്റ് 79,000 രൂപയിൽ നമ്മൾ എക്സ്പെൻസ് എന്തെല്ലാം KSB 12,000 രൂപ പോയി, റെൻറ്റ് 50,000 രൂപ പോയി, സാലറി 12,000 രൂപ പോയി, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 1,500 രൂപ പോയി. അങ്ങനെ നെറ്റ് നമുക്ക് ഈ ഒരു കമ്പനിയിൽ ലാഭം കിട്ടിയത് എത്രയാണ്? 3,600 രൂപയാണ്. ഇപ്പോൾ റാൻഡംലി ഇങ്ങനെ ഇട്ടതുകൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റൈലിൽ നടക്കുന്ന കമ്പനിയാണ്, റെൻ്റെല്ലാം ചിലപ്പോൾ 1,500 ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ ടാലിയാണ് 79,100 നെറ്റ് പ്രോഫിറ്റ് 3,600 വന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ആൾട്ട് F1 കൊടുക്കുന്നു. ഇവിടെ നമ്മൾക്കിപ്പം നിലവിൽ കമ്പനിയിൽ സ്റ്റോക്ക് എത്ര ഇല്ലെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, -4. നമ്മളത് ഒരു ക്വാണ്ടിറ്റി അധികം വിറ്റത് കൊണ്ടാണ് -4,000 വന്നിന്. ഓക്കെ, അതുപോലെ തന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് ഇത്, സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പം 4,75,000 രൂപ നമുക്ക് കിട്ടാണ്ട് അത്ര. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് തരാനില്ലെന്ന് കാണിക്കും. ജംഷീർ 4,75,000 രൂപ തരാനുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ഉണ്ട്? എൻ്റെ കയ്യിൽ 4,25,000 രൂപ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ബാങ്കിൽ 4,70,000 രൂപയുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, 10 ലക്ഷം രൂപ ആഷിഫ് വന്നിട്ടുണ്ട്. കറണ്ട് ലാബിലിറ്റീസിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഇവിടെ വന്നിട്ടുണ്ട്. സൺഡ്രി ക്രെഡിറ്റേഴ്സിൽ 50,000 രൂപ വന്നിട്ടുണ്ട്. അതായത് ABC നമ്മൾ 50,000 രൂപ കൊടുക്കേണ്ടത്ര. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ABCയുടെ കാണിക്കും, 50,000 രൂപ നമുക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഓപ്പണിംഗ് ബാലൻസ് കറണ്ട് പീരീഡ് 3,600. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് 3,600 രൂപ. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലിയാണ്. ഇത്ര മാത്രമേ ബാലൻസ് ഷീറ്റിൽ ഇല്ലൂ. ഇനി നമുക്കിപ്പം ആ ഒരു ജംഷീർ എന്ന് പറയുന്ന പുള്ളി നമുക്ക് ക്യാഷ് വരുന്നു. വൗച്ചറിൽ പോയിട്ട് റിസീറ്റ് F6 അടിക്കുന്നു.
ജംഷീർ നമുക്ക് ക്യാഷ് ഇവിടെ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ജംഷീർ എത്രയാണ് ജംഷീർ തരാനില്ല? 4,25,000 രൂപയുണ്ട്. അവനൊരു 3,50,50,000 രൂപ തരുന്നു. ജസ്റ്റ് അഗെയിൻസ്റ്റ് ആണോ 100 ആണോ എന്നുള്ളത് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുന്നു. ഇവിടെ നരേഷൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ജംഷീർ ഏജ് കൊടുക്കുന്നു. ജസ്റ്റ് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ബാക്കിലേക്ക് വരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് വൗച്ചർ ഇപ്പം നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. ഡിസ്പ്ലേ മോറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രയൽ ബാലൻസ് ഉണ്ട്, ഡാബുക്ക് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും, ഒരുപാട് ലെങ്ത് ആയ വീഡിയോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാനില്ലവരും കൊടുക്കാനില്ലവരും പോസ്റ്റ് എൻട്രും എല്ലാം ഇവിടെ കാണിക്കും. ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പോയാൽ ടേബിൾസ് എല്ലാം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ലെഡ്ജർ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കുന്ന ലെഡ്ജേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ജംഷീർ ഏജിൽ ലെഡ്ജർ എടുക്കണമെന്നുണ്ടെങ്കിൽ ജംഷീർ ഏജ് കൊടുത്താൽ ഇവിടെ ജംഷീർ ഏജിലെ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3,50,000 തന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. നെറ്റ് ബാലൻസ് എത്ര ഉണ്ടെന്ന് താഴെ കാണിച്ചിട്ടുണ്ട്. 1,25,000 ഇനി തരാനുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ലെഡ്ജർ വൈസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അക്കൗണ്ട് ബുക്സിൽ പോയിട്ട് ലെഡ്ജേഴ്സ് എടുക്കുക. ഇതിൽ ഏതാണോ ലെഡ്ജർ വേണ്ടത്, ജംഷീറിൻ്റെ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ജംഷീർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ജംഷീറിൻ്റെ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും, അതായത് സെയിൽസും റിസീറ്റും വന്നിട്ടുണ്ട്. ജസ്റ്റ് കൺട്രോൾ P കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ജംഷീറിൻ്റെ കാണാൻ പറ്റും. ലെഡ്ജർ സ്റ്റേറ്റ്മെൻറ്റ്, അത് സെയിൽ ചെയ്തത് എമൗണ്ട് വന്നു, ക്യാഷ് എത്രയാണ് കിട്ടിയതെന്ന് കാണിച്ചു, ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് വന്നു. ഇനി ഇതിലേക്ക് റണ്ണിങ് ബാലൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺഫിഗർ കൊടുത്തിട്ട് റണ്ണിങ് ബാലൻസ് ഉണ്ടാകും. ജസ്റ്റ് റണ്ണിങ് ബാലൻസ് ആഡ് ചെയ്യുക. റണ്ണിങ് ബാലൻസ് വെച്ചാൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ്റെ സൈഡിൽ ബാലൻസ് കാണിക്കുന്നതാണ്. കൺട്രോൾ A അടിക്കുന്നു, പ്രിവ്യൂ കൊടുക്കുന്നു. ഇവിടെ റണ്ണിങ് ബാലൻസ് വന്നു 4,25,000 രൂപ. ഇപ്പോൾ സെയിൽ ചെയ്തു 3,50,000 തരുമ്പോൾ 1,25. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടാലിയുടെ ക്ലാസ്സിൽ കവറപ്പ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ സെയിൽസ് രജിസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ സെയിൽ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ പർച്ചേസ് രജിസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ടോട്ടൽ പർച്ചേസ് ഇവിടെ കാണിക്കും. ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് ഒന്നേ ഉള്ളൂ, അതൊന്ന് കാണിച്ചു. ഓക്കെ, ജേണൽ ഡെബിറ്റ് നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പർച്ചേസ് റിട്ടേൺ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. സെയിൽസ് റിട്ടേൺ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കുന്നതായിരിക്കും. പർച്ചേസും ചെയ്യുന്ന കണക്ക് തന്നെയാണ് പർച്ചേസ് റിട്ടേൺ, സെയിൽ ചെയ്യുന്ന കണക്ക് തന്നെയാണ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സാധനം റിട്ടേൺ വരുന്നത് തന്നെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുക. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സപ്ലൈ എടുത്തുന്ന സാധനം എടുത്തിട്ട് ആ ഒരു സാധനം എന്തെങ്കിലും ഡാമേജിൻ്റെ കാര്യത്തിലോ ഇല്ലെങ്കിൽ മാറ്റേണ്ട കേസ് വന്നാലോ നമ്മൾ റിട്ടേൺ അടിക്കുന്നതിന് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുക. സപ്ലയർ നമുക്ക് തരുന്ന സെയിൽസ് റിട്ടേൺ ആണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ. ഓക്കെ, അതേപോലെ തന്നെ ക്യാഷ് ബുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയുണ്ട്, ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് ഇതിൽ കാണിക്കും. അപ്പോൾ ഇതെല്ലാം ടാലിയിൽ വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി GST റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇതിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. GSTR 1, GSTR യൂട്ടിലിറ്റി, eBay ബില്ല്, ഇൻവോയ്സ്, അതെല്ലാം ഈ ഒരു ഇതിലായിരിക്കും വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ ലെഡ്ജർ ബേസ് നോക്കാം. അതല്ല നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് പോയിട്ട് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് Alt F1 അടിച്ചിട്ട് ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നോക്കാം. ഞാൻ പറഞ്ഞിടയ്ക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. CGSTയും SGSTയും സെയിം തന്നെയാണ് 6,025. അതേപോലെ തന്നെ സെയിലിൻ്റെ ഔട്ട്പുട്ട് GST 36,234, ഔട്ട്പുട്ട്സ് SGST 36,232. കറക്റ്റാണ്. നമ്മൾ ചെയ്തതിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് മറ്റൊരു ഓടത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും ക്ലാസ്സസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സെയിൽ എങ്ങനെ അടിക്കാം, അതിൻ്റെ ഇൻവോയ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, GST എങ്ങനെ ഫയൽ ചെയ്യാം, eBay ബില്ല് എങ്ങനെ അടിക്കാം, അങ്ങനെ ഓരോരോ ടാലിയത്തെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഓരോരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.